ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. എന്റെ പൊന്നു മച്ചന്മാരെ, മച്ചാത്തികളെ, ഇന്നത്തെ കഥ പറയാനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ത്രില്ലടിച്ചിരിക്കുകയാണ്. കാരണം എന്താന്നല്ലേ, അടിപൊളി സ്റ്റോറി, മാലപ്പടക്കം പൊട്ടുന്നത് പോലെ ടിസ്റ്റ് 1 ടിസ്റ്റ് 2 ടിസ്റ്റ് 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. വളരെ നിസാരമായ ഒരു സംഭവത്തോട് കൂടിയിട്ട് നമ്മുടെ കഥാനായകനുണ്ടല്ലോ 9 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു ആക്സിഡന്റ്, ആ ഒരു കേസിലേക്ക് പോവാണ്. എന്നാൽ ഒരു നത്തോലിയെ പിടിക്കാനായിട്ട് ഒരു ചൂണ്ട വെള്ളത്തിലേക്ക് ഇടുകയാണെന്ന് കരുതുക, നത്തോലിയാണെന്ന് കരുതി ചൂണ്ട വലിക്കുകയാണെന്ന് കരുതുക. അതിന്റെ തുമ്പത്തൊരു തിണ്ണീങ്കലാണെങ്കിൽ എന്തായിരിക്കും ആ മീൻ പിടിക്കാൻ പോയ ആളുടെ അവസ്ഥ? അതിനേക്കാളൊക്കെ വലിയ അവസ്ഥയായിരുന്നു ഈ ടോമിന് പിന്നീട് സംഭവിച്ചത്. കഥയുടെ സ്ക്രിപ്റ്റ് എഴുതിയവന് സമ്മതിക്കണം കേട്ടോ. ഡയറക്ഷൻ അതുപോലെ തന്നെ അതിന്റെ ആ ഒരു വിഷ്വൽ എന്നൊക്കെ പറഞ്ഞാൽ അത് നോർമൽ തന്നെ. സ്ക്രിപ്റ്റാണ് ഈ ഒരു കഥയിൽ പുലി എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും കൂടുതലായിട്ട് കഥയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, എന്തായാലും പോവുകയല്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. വർഷം 2007 അർദ്ധരാത്രിയിൽ നടു റോട്ടിൽ ഒരു കാറ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ്. ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ടോം ഉള്ളത്. നല്ല മഴയായതുകൊണ്ട് തന്നെ ഫോണിൽ നല്ല സിഗ്നലും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഒരാൾ വിളിക്കാൻ നോക്കുന്നുണ്ട്, അയാൾ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. പെട്ടെന്നാണ് വലിയൊരു ശബ്ദം കേട്ട് ടോം ഞെട്ടുന്നത്. വേഗം തന്നെ കാറിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നോക്കുമ്പോൾ അതിലൂടെ പോയ 2 കാറുകൾ തമ്മിൽ ആക്സിഡന്റ് ആയി. അതിലൊരു കാറ് തെറിച്ചുപോയി വീണിട്ടുണ്ട്. മറ്റേ ആ ഒരു ഇടിച്ച കാറാണെങ്കിൽ നിർത്താതെ ഒരൊറ്റ പോക്ക് പോവാണ് ഇവിടുന്ന്. വേഗം തന്നെ ടോം അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ്. കാറിന്റെ ഉള്ളിൽ 2 പേരുണ്ടായിരുന്നു. വാഹനം ഓടിച്ച ആള് മരണപ്പെട്ടിട്ടുണ്ട്, പിന്നെ ഒരു ലേഡിയാണ്, അവരിപ്പോഴും മരണപ്പെട്ടിട്ടില്ല. എന്തായാലും ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ടോം ഒരുപാട് ഫോട്ടോസ്, ഇതിന്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും എടുക്കുന്നുണ്ട് കേട്ടോ. ഈ സംഭവം കഴിഞ്ഞു 9 വർഷമായിട്ടുണ്ട്. ഇതേ ടോമിനെ തന്നെ കാണിക്കുകയാണ്. അവൻ വീണ്ടും കാറുമായിട്ട് ഒരു ഹൈവേയിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റേഡിയോയിൽ ഇങ്ങനെ പറയല്ലോ നഗരത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ. അപ്പൊ നഗരത്തിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു അപകടം നടന്നിട്ടുണ്ട്. സോ അത് റേഡിയോയിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ടോം വേഗം തന്നെ മറ്റാരും എത്തുന്നതിനേക്കാളും മുന്നേ തന്നെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. നോക്കുമ്പോൾ അതൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള സ്പോർട്സ് കാർ ആയിരുന്നു. മാത്രമല്ല അത് ഈ നാട്ടിലെ ഒരു സെലിബ്രിറ്റീസാണ്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. പോകുമ്പോൾ തന്നെ കുറേയധികം ഫോട്ടോ എടുത്താണ് ടോം അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. പിന്നീട് ആ കാറിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു സെലിബ്രിറ്റി ഉണ്ട്. മാത്രമല്ല ഈ നഗരത്തിലെ സെനറ്ററും ഉണ്ടായിരുന്നു. ഒരു ന്യൂസ് റിപ്പോർട്ടർക്ക് ഇതിനേക്കാൾ വലുതായിട്ട് വേറെ എന്തെങ്കിലും വേണ്ടോ? 2 പേരും മരിച്ചിട്ടൊന്നുമില്ല കേട്ടോ, സാരമായ പരിക്ക് മാത്രമേ ഉള്ളൂ. എന്തായാലും ടോം ഇതിന്റെ കുറേ ഫോട്ടോ എടുക്കാണ്. മാത്രമല്ല അവൻ വർക്ക് ചെയ്യുന്ന ചാനലിലേക്ക് ഈ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുകയാണ്. അതായത് അവന്റെ കൂട്ടുകാരായിട്ടുള്ള മാഗി, അവളാണ് എഡിറ്റോറിയൽ ബോർഡിൽ ഇരിക്കുന്നത്. മാഗിക്ക് ഈ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കും. മാഗി ചോദിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ, സത്യം തന്നെയല്ലേ? എന്ത് സംശയിക്കാനാ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതല്ലേ, എന്നാ പിന്നെ എന്ത് നോക്കാനാ, അടിച്ചിറക്കുന്ന വാർത്ത. എന്തായാലും ടോം പിന്നീട് ആ ഒരു ഫോട്ടോയിൽ എടുത്തു കഴിഞ്ഞ് നേരെ കാറിലേക്ക് വന്നിരിക്കാൻ നിൽക്കുന്ന സമയത്ത് കാർ അപകടത്തിലാവുകയാണ്. അതായത് മറ്റേതോ ഒരു കാർ വന്നിട്ട് ഒന്ന് ഉരച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ടോം അവന്റെ ആ ഒരു കാർ നന്നാക്കാനായിട്ട് അവന്റെ കൂട്ടുകാരന്റെ വർക്ക്ഷോപ്പിലേക്ക്, വാങ്ങിന്റെ ഷോപ്പിലേക്ക് ഈ കാർ കൊണ്ടേ കൊടുക്കുകയാണ്. പിന്നീട് ആ ഒരു കാർ പരിശോധിച്ചപ്പോൾ കൂട്ടുകാരനായിട്ടുള്ള വാങ് പറയണു, എന്റെ പൊന്നു ടോമെ, നീ ഒരു കാർ മേടിക്കാൻ പോകുമ്പോൾ എന്നെ വിളിക്കണമെന്ന് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ നന്നായിട്ട് പറ്റിക്കപ്പെട്ടു. ഈ കാറിലെ ബോഡി മാത്രമേ ഉള്ളൂ, ഇതിന്റെ എഞ്ചിന് ഒരുപാട് പാർട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് നല്ലൊരു അടി നടന്ന കാറാണിത്, നിന്നെ ആരോ പറ്റിച്ചെന്ന് പറയണം. ദേഷ്യം വന്ന ടോം നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടർ ആയതുകൊണ്ട് തന്നെ സ്റ്റേഷനിലെ പോലീസുകാർക്കൊക്കെ ഇവനുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പൊ ഈ ഒരു കാർ, അതായത് ടോം വാങ്ങിച്ച ആ ഒരു കാർ മുന്നേ ആരാണ് ഉപയോഗിച്ചത്, താൻ ചീറ്റ് ചെയ്യപ്പെട്ടു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരനോട് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഒരു പയ്യനുണ്ട് പുതുതായിട്ട് ജോയിൻ ചെയ്തതാണ്, അവനെ കാര്യങ്ങൾ ഏൽപ്പിക്കാന്ന് പറഞ്ഞിട്ട് പുതുതായിട്ട് ജോയിൻ ചെയ്ത ആ ഒരു കോൺസ്റ്റബിൾ പയ്യനെ വിളിക്കുകയാണ്. വെയ്ഡ് എന്നാണ് അവന്റെ പേര്. അവനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതുപോലെ ഒരു ഫേമസ് ആയിട്ടുള്ള റിപ്പോർട്ടറാണ്, വലിയ പുള്ളിയാണ്, പുള്ളി എന്ത് വന്ന് സ്റ്റേഷനിൽ ചോദിച്ചാലും അതപ്പം തന്നെ ചെയ്തു കൊടുത്തേക്കെന്ന് ഈ വെയ്ഡിനോട് മെലുദ്യോഗസ്ഥൻ പറയാണ്. എന്തായാലും വെയ്ഡ് നമ്മുടെ ടോം പറഞ്ഞതുപോലെ ഈ കാർ, ടോം ഉപയോഗിക്കുന്ന കാർ മുന്നേ ആരാണോ ഉപയോഗിച്ചത് ആ റിപ്പോർട്ട് എടുത്തു കൊടുക്കാൻ വേണ്ടി പറയണം. എന്തായാലും ഇതിനുശേഷം ടോം നേരെ അവന്റെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. എത്തിയ വാർഡൻ ഇവരുടെ ആ ഒരു ബോസ് ഉണ്ടല്ലോ, നമ്മുടെ ടോമിനെ ഒരുപാട് പ്രശംസിക്കുകയാണ്. ഈ ചെറുപ്പത്തിൽ തന്നെ നീ ഒരുപാട് വാർത്തകളാണ് ഞങ്ങൾക്ക് കൊണ്ടുതരുന്നത്, നീ ഒരു അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ഈ വാർത്ത കൊണ്ട് നമ്മുടെ ചാനൽ നല്ല മൈലേജ് ഉണ്ടാവുന്നൊക്കെ പറയുമ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന നമ്മുടെ ടോമിനോട് അത്ര രസത്തിലല്ലാതെ നിൽക്കുന്ന എഡിറ്റോറിയൽ ബോർഡിലുള്ള മറ്റൊരാളുണ്ട്, ഒരു എഡിറ്ററാണ്. ഇയാള് പറയാണ്, ബോസെ, കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് പോരെ, കാരണം അത് സെനറ്ററാണ്, ഇതിൽ എന്തെങ്കിലും ഒരു കള്ളത്തരോ അല്ലെങ്കിൽ സത്യാവസ്ഥ ഇല്ലായ്മയോ ഉണ്ടെങ്കിൽ നമ്മൾ പെടുമെന്ന് പറയുമ്പോൾ ടോം പറയണോ, ഡോ ആ ഒരു സെനറ്ററും അതുപോലെ തന്നെ ആ ഒരു നടിയും തമ്മിലുള്ള ബന്ധം ഈ നാട്ടിലെ പല ആൾക്കാർക്കും അറിയാം, ഇതിൽ കൂടുതലൊന്നും സംശയിക്കാനില്ല, അങ്ങ് പബ്ലിഷ് ചെയ്യും ബോസേ. എന്തായാലും വാർത്ത പബ്ലിഷ് ചെയ്യാണ്. സോ അതിന്റെ ആ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇന്ന് രാത്രി. മാത്രമല്ല ബോസിന്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ടോം ഇതുപോലൊരു വാർത്ത കൊടുത്തത് കൊണ്ട് അവന് ജോലിയിൽ പ്രൊമോഷനും കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പരിപാടിയിൽ എല്ലാവരും നന്നായിട്ട് മദ്യപിക്കുകയാണ്. ടോം അതുപോലെ തന്നെ അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള മാഗി, 2 പേരും നല്ല സുഹൃത്തുക്കളാണ്. അപ്പൊ തിരിച്ചു പോകുന്ന സമയത്ത് മാഗി ആരോടോ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ വഴക്കിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട്, അവനായിട്ട് അത്ര വലിയ രസത്തിലല്ലേ ഈ ഒരു മാഗി. എന്നാൽ ഈ ടോം ആണെങ്കിൽ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അവനെ പറ്റുന്നില്ലെങ്കിൽ ഇട്ടിട്ട് പോവാൻ തന്നെ ഈ ടോം പറയാണ്. മാത്രമല്ല ടോം പതിയെ അവളൊന്ന് വളക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും നേരെ അപ്പാർട്ട്മെന്റിലേക്ക് പോകാണ്. എല്ലാ കാര്യങ്ങളും നടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ടോം ചുമ്മാ ഒന്ന് വാർത്ത വെച്ച് നോക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. കാരണം എന്താ വെച്ചാൽ മാനനഷ്ടത്തിന്റെ പേരിൽ ആ ഒരു മേയറല്ല സെനറ്റർ, ഇയാൾ കേസിന് പോയിരിക്കുകയാണ്. കേസിൽ പറയുന്ന പ്രധാന കാര്യം എന്താ വെച്ചാൽ ആ ഒരു നടിയും ഞാനുമായിട്ടുള്ള എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു രജിസ്റ്റർ കഴിഞ്ഞിട്ട് 4-5 മാസമായിട്ടുണ്ട്. ഇതറിയാൻ
അറിയാതെയാണ് ഞങ്ങൾക്കെതിരെയായിട്ട് ഇവരിങ്ങനെ ഒരു വാർത്ത ഗോസിപ്പ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആ ഒരു റിപ്പോർട്ടറെയും ആ ഒരു ചാനലിന്റെയും പണി ഞാൻ തീർക്കും. ആ രീതിയിലാണ് ഈ ഒരു സെനറ്റർ സംസാരിക്കുന്നത്. ടോം ആകെ പേടിച്ചുപോയി. ആകെ പണി പാളിയല്ലോ എന്ന് വിചാരിക്കുകയാണ്. എന്തായാലും ഓഫീസിലേക്ക് എത്തിയപ്പോൾ കഥയാകെ തിരിഞ്ഞിട്ടുണ്ട്. ടോം കമ്പനിക്കിട്ട് പണി കൊടുത്തിരിക്കുകയാണ്. മെയിനായിട്ട് ആ ഒരു എഡിറ്റർ നന്നായിട്ട് പാരി വെക്കുന്നുണ്ട് കേട്ടോ. അവസാനം നമ്മുടെ ടോമിന്റെ ആ ഒരു ജോബ് അത് പോകുന്ന അവസ്ഥയിൽ വരെ എത്തുകയാണ്. ഈ സമയത്താണ് സ്റ്റേഷനിൽ നിന്നും ടോമിനൊരു കോള് വരുന്നത്. വേറെ കേസ് കിട്ടുമൊന്നുമല്ല, അവനായിട്ടൊരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി ആ ഒരു വെയ്ഡിനോട് പറഞ്ഞല്ലോ. വെയ്ഡ് ആ ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അതായത് ഈ ഒരു കാറിന്റെ ഡീറ്റെയിൽ നോക്കിയ സമയത്ത് മനസ്സിലായി 9 വർഷങ്ങൾക്ക് മുന്നേ കള്ള് കുടിച്ച് വണ്ടി ഓടിച്ച് ആക്സിഡന്റ് സംഭവിച്ച ഒരു കാറാണിതെന്ന്. പിന്നെ അതിന്റെ ആ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയ സമയത്ത് ടോമിനൊരു കാര്യം മനസ്സിലായി. 9 വർഷങ്ങൾക്ക് മുന്നേ അർദ്ധരാത്രിയിൽ അവനൊരു അപകടം നേരിട്ട് കണ്ടല്ലോ. കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ഒരു സംഭവം, അന്ന് ആക്സിഡന്റ് സംഭവിച്ച അതേ കാർ തന്നെയാണ് ഇപ്പൊ അവന്റെ കയ്യിലുള്ളത്. അത് റിനോവേറ്റ് ചെയ്ത് അവൻ ആരോ മറിച്ച് വിറ്റിരിക്കുകയാണ്. ഇത് ടോമിന് വല്ലാത്തൊരു ഷോക്ക് തന്നെയായിരുന്നു കേട്ടോ. അന്നത്തെ ആ ഒരു സംഭവം അവനിപ്പോ വിടാതെ പിന്തുടരുകയാണ്. എന്തൊരു കാര്യം അവനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ടോം നേരെ ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മാഗി അവനെ ഭയങ്കര സങ്കടത്തോട് കൂടി നോക്കുകയാണ്. എന്താ കാര്യം ചോദിച്ചപ്പോൾ നീ ഒന്ന് വാന്ന് പറഞ്ഞിട്ട് മാഗി ഇപ്പോൾ ടോമിനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവാണ്. ആ എഡിറ്റർ നിനക്ക് നന്നായിട്ട് പാര വെച്ചടാ, നിന്റെ ജോലി പോയി എന്ന് പറയാണ്. ശരിക്കും ടോമിനെ ഇത് ഭയങ്കര ഷോക്കായി പോയിട്ടോ. വീണ്ടും വേഗം ആ ഒരു ബോസിന്റെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. എന്നാൽ ബോസ് പറയണ, ഡാ ഞാനല്ല ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആള്, നിനക്കറിയാലോ ഇതിന്റെ മേലെ ചില ബോസുകളൊക്കെ ഉണ്ട്, അവരും ഈ ഒരു സെനറ്റേഴ്സും തമ്മിൽ നല്ല ബന്ധമാണ്, അതുകൊണ്ട് തന്നെ നിന്നെ ഇനി ജോലിക്ക് എടുക്കാൻ പറ്റില്ലടാ. ടോം ആകെ കുടുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരെ പിന്നീട് കൂട്ടുകാരന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്, അതായത് വാങ്ങിന്റെ വർക്ക്ഷോപ്പിലേക്ക്. അവിടെ ഇരുന്ന് രണ്ടുപേരും മദ്യപിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ വാങ്ങിനോട് ടോം പറയുന്നുണ്ട്, എടാ ആകെ കുടുങ്ങിയടാ, നീ പറഞ്ഞതുപോലെ കാറിന്റെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും. പിന്നെ ആ ഒരു കാറിന്റെ കാര്യം ഞാൻ പോലീസുകാരോട് അന്വേഷിച്ചു നോക്കി. 9 വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലൊരു അപകടം നടന്നു. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപകടം പിടിച്ചു കിടക്കുന്ന ആ ഒരു കാറിനെ ഞാൻ നേരിട്ട് കണ്ടതാടാ. ആ സെയിം കാർ തന്നെയാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത്. ഞാൻ പറ്റിക്കപ്പെട്ടടാ, എന്റെ ജോലിയും പോകട്ടെ. അതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തില് ടോം അങ്ങനെ പറയുമ്പോൾ വാങ്ങ് പറയണ, നീ ഒന്ന് പോടാ അവിടുന്ന്, ഇത് പോയാൽ വേറൊരു ജോലി, ഇതല്ലെങ്കിൽ വേറൊരു കാർ, നീ എന്തായാലും വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ടൊന്ന് ഉറങ്ങുന്നു പറഞ്ഞിട്ട് ഇപ്പൊ വാങ്ങ് ടോമിനെ പറഞ്ഞയക്കാണ്. ടോം നേരെ നടന്നു പോയിട്ട് അവന്റെ ആ ഒരു കാറിൽ കയറാൻ നിൽക്കുമ്പോൾ ടോമിന് എന്തോ ഒരു തോന്നല്, അവൻ ആരും ഫോളോ ചെയ്യുന്നത് പോലെ തോന്നിയതായിരിക്കും എന്ന് കരുതിയിട്ട് ടോം നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ടോം ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഇവനിങ്ങനെ ഓരോ ഫോട്ടോസ് ഓരോ സംഭവത്ത് പോയി എടുക്കുമ്പോഴും അതൊന്നും ഡിലീറ്റ് ആക്കാറില്ല. അപ്പൊ ആ ഒരു 9 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു സംഭവത്തിൽ നിന്നെടുത്ത ആ ഒരു ഫോട്ടോ ഇതൊന്ന് നോക്കാന്ന് കരുതിയിട്ട് ടോം നേരെ ആ ഒരു ഫയൽ തപ്പി നോക്കുമ്പോൾ അതിലെ കുറെ അധികം ഫോട്ടോസ് മിസ്സിംഗ് ആണ്. ഇതിലെന്തോ ഒരു ചതിയുണ്ട്. ഇത് മനസ്സിലാക്കിയ ടോം നേരെ നമ്മുടെ മാഗിയുടെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യം പറയാണ്. അവളുടെ ജോലി പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവളുടെ ഹെൽപ്പോട് കൂടിയിട്ട് ഓഫീസിലേക്ക് വരികയാണ്. അന്ന് ആക്സിഡന്റ് സംഭവിച്ച ആ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, അതേ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു കേസിനെ കുറിച്ച് കൂടി ഇവർ പഠിക്കുന്നുണ്ട്. അതായത് ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസാണ്. ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ഒരു കാശ് മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടി അവർ തിരിച്ചു കൊടുത്തിട്ടില്ല. ഇന്നേ വരെ ആ ഒരു പെൺകുട്ടിയെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ് അതിന്റെ മാതാപിതാക്കൾ പറയുന്നത്. അതൊക്കെ പോട്ടെ, നീ ശരിക്കും എന്ത് പരിശോധിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് മേഘ ചോദിക്കുമ്പോൾ ടോം ഒരു കാര്യം പറയാണ്, അതായത് 9 വർഷങ്ങൾക്ക് മുന്നേ ഈ ആക്സിഡന്റ് സംഭവിച്ചില്ലേ, അതിന്റെ ആ ഒരു ഫോട്ടോയും ഡീറ്റെയിൽ ഒക്കെ ഞാൻ കൊണ്ടുവന്ന് കൊടുത്തത് ആ ഒരു എഡിറ്റർ ഉണ്ടല്ലോ അയാളുടെ കയ്യിലാണ്. പക്ഷേ മാഗി, ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല ഫോട്ടോസും മിസ്സിംഗ് ആണ്. അതായത് അന്ന് നടന്ന അപകടത്തിനെ കുറിച്ച് ഇവർ വീണ്ടും നന്നായിട്ടൊന്ന് പഴയ ആ ഒരു റിപ്പോർട്ടൊക്കെ വെച്ച് അന്വേഷിക്കുമ്പോൾ ആ വണ്ടി ഓടിച്ച ആൾ അപ്പൊ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ആ ഒരു പെൺകുട്ടി, അവൾക്ക് ജീവൻ ഉണ്ടായിരുന്നല്ലോ, അവൾ ആരും പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടാക്കി. ചികിത്സയെല്ലാം കഴിഞ്ഞ് ഒരുവിധമായപ്പോൾ ആരോടും പറയാതെ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് എഴുതി പോലും വെക്കാതെയാണ് ആ ഒരു പെൺകുട്ടി പോയത്. സത്യം പറഞ്ഞാൽ അന്ന് ആശുപത്രിയിൽ വെച്ച് ആ ഒരു പെൺകുട്ടിയെ മിസ്സായിട്ടുണ്ട്. എനിക്ക് ആ ഒരു എഡിറ്റർ നല്ല സംശയമുണ്ട്, ഇവൻ എന്തിനാണ് ഇതിലെ കുറെ ഡീറ്റെയിൽസ് ഡിലീറ്റ് ആക്കി കളഞ്ഞത്. ഇപ്പൊ മാഗി ചോദിക്കുകയാണ്, നിനക്ക് അവനിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ അവസരമാണ്. അല്ല, ഞാൻ അതുകൊണ്ടല്ല ഇത് അന്വേഷിക്കുന്നത്, എനിക്കറിയണം എന്താണ് ഇതിന്റെ പിന്നിൽ ആ ഒരു രഹസ്യം എന്ന്. അപ്പൊ നമ്മൾ ഏത് വഴിക്ക് മുന്നോട്ടേക്ക് പോകുന്ന മാഗി ചോദിച്ചപ്പോൾ ടോം പറയാണ്, അന്ന് ആ ഒരു പെൺകുട്ടിയെ അഡ്മിറ്റ് ചെയ്തു എന്ന് പറയുന്ന ആശുപത്രിയിൽ എന്റെ ഒരു സുഹൃത്തുണ്ട്, അതുവഴി അവളുടെ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം. ഇപ്പോ ഭയങ്കരമായിട്ട് മാഗിയും ഇതിൽ ഇൻട്രസ്റ്റ് ആവുകയാണ്. അപ്പൊ ടോമിനോട് ചോദിക്കണം, ഡാടാ ഞാൻ നിന്റെ കൂടെ വരാം, എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് ഈ ഒരു കേസ്. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അന്വേഷിക്കുകയാണ്. അന്ന് അവിടെ അഡ്മിറ്റ് ചെയ്ത ആ ഒരു പെൺകുട്ടിയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നേരെ അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ പെൺകുട്ടിയുടെ പേര് ജെൻ എന്നായിരുന്നു. എന്തായാലും വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ജെൻ ഇല്ല. അവൾ ഈ നാട്ടിൽ നിന്ന് പോയിട്ട് വേറെ ഏതൊരു നാട്ടിൽ സെറ്റിൽഡ് ആണെന്ന് അവളുടെ മുത്തശ്ശനും പറയാണ്. മാത്രമല്ല അവിടെ കുറച്ചൊക്കെ ഈ ഒരു ജെന്നിന്റെ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ വീട്ടിലേക്ക് വിരുന്നുകാർ വന്നതുകൊണ്ട് തന്നെ ടോമിനും മാഗിക്കും വേണ്ടിയിട്ട് ജെന്നിന്റെ മുത്തശ്ശിയും കൂടെ ഒരു ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ ചായ ടേസ്റ്റ് ചെയ്ത സ്പോട്ടിൽ തന്നെ ടോമിന് ഒരു കാര്യം മനസ്സിലായി, ഇതൊരു സാധാരണ ചായ അല്ല, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ചായയാണ്. ഇതെങ്ങനെ ഈ മുത്തശ്ശിനും കിട്ടി? ഇവരുടെ കയ്യിൽ അതിന് മാത്രം പൈസയൊന്നുമില്ല. അപ്പൊ ഇതെങ്ങനെ കിട്ടിയെന്ന് അവരോട് ചോദിക്കുമ്പോൾ അവര് പറയാണ്, അത് പിന്നെ ഞങ്ങളുടെ മകള് അവള് ഇങ്ങോട്ടേക്ക് ഇടക്കിടക്ക് അയച്ചു തരുന്നതാണ്. അവൾ എവിടെയാണെന്ന് അറിയാൻ ചോദിക്കുമ്പോൾ മുത്തശ്ശിക്കും യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും ഈ ഒരു ടീ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട്, അത് ഈ നാട്ടിൽ ഒരെണ്ണേ ഉള്ളൂ. നേരെ അങ്ങോട്ടേക്ക് ഈ ടോമും മാഗിയും വെച്ച് പിടിക്കുകയാണ്. എന്നാൽ ഇവരങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ആരോ ഒരാൾ ഇവരെ നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇവർക്കത് മനസ്സിലായിട്ടില്ലെങ്കിലും നമ്മളത് കാണിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു ഷോപ്പിൽ ഇവരങ്ങോട്ടേക്ക് ചെന്നു. ഇതുപോലെ ജെന്നിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഈ ഒരു പെൺകുട്ടി ഇതുപോലെ ചായ ഇങ്ങോട്ടേക്ക് മേടിക്കാൻ വരുത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ജെൻ വരികയാണ്. ആ ഒരു
ഒരു സംഭവം വളരെയധികം യാദൃശികമായിരുന്നു. എന്തായാലും അത് നമ്മുടെ ടോമിനും മാഗിക്കും ഒരു അഡ്വാൻറ്റേജ് ആയി. ഇവർ വേഗം തന്നെ ജെന്നിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ സമയത്താണ് ടോമും മാഗിയും കൂടെ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അന്ന് നടന്ന അപകടത്തിൽ ഈ ജെന്നിന്റെ കാലിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവളിങ്ങനെ എന്തോ സ്റ്റിക്ക് വെച്ചാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ജെന്നിനോട് 9 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു അപകടത്തെക്കുറിച്ച് ടോം ചോദിക്കുമ്പോൾ ഇപ്പൊ ജെന്നി ചോദിക്കുകയാണ്, അല്ല അതൊക്കെ എന്തിനാണ് നിങ്ങളിപ്പോ ചോദിക്കുന്നത്, അതിന്റെ ആവശ്യമുണ്ടോ? എന്തായാലും പിന്നീട് ടോം നിർബന്ധിച്ചതുകൊണ്ട് ജെൻ ആ ഒരു കാര്യം പറയാണ്. 9 വർഷങ്ങൾക്ക് മുന്നേ ആ രാത്രിയിൽ വണ്ടി ഓടിച്ചത് എന്റെ ബോയ് ഫ്രണ്ട് ആണ്. അവൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരു പാട്ട് കഴിഞ്ഞ് വരികയായിരുന്നു. സോ ആ ഒരു ഇതിൽ അവന് വലിയ ശ്രദ്ധയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്. ആരാണ് നിങ്ങൾ ഇടിച്ചിട്ട് പോയത് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഈ ഒരു ജെന്നിയോട് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, എനിക്ക് വേറൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് വേഗത്തിൽ അവിടുന്ന് പോവാണ്. അതും വേച്ചാ നടക്കുന്നത്. അപ്പൊ അവരങ്ങനെ പോകുമ്പോൾ ടോം ഉറക്കനെ അവന്റെ നമ്പർ പറഞ്ഞു കൊടുക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി എന്ന് പറയണം. എന്നാൽ ഇവരൊരു രീതിയിലും മൈൻഡ് ചെയ്യാതെ ആ ഒരു ലേഡി അവിടുന്ന് പോവാണ്. ടോമിന് എന്തോ വല്ലാത്ത സംശയം തോന്നുന്നുണ്ട്. എന്തായാലും വീട്ടിലേക്ക് എത്തിയ പാട് തന്നെ 9 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു കേസിന്റെ എല്ലാ റിപ്പോർട്ടും എടുക്കുന്നുണ്ട്, നന്നായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഇവിടെ വെച്ചാണ് ടോമിന് ഒരു കാര്യം കണ്ടെത്താൻ കഴിഞ്ഞത്. ആ ആള് മരിച്ചപ്പോൾ ആളുടെ പോസ്റ്റ്മോർട്ടം എന്തായാലും ചെയ്തിട്ടുണ്ടാവുമല്ലോ. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൽ എവിടെയും അയാൾ മദ്യപിച്ചതായിട്ട് നോട്ട് ചെയ്തിട്ടില്ല. അതിനർത്ഥം എന്താണ്? ജെൻ അവള് പറഞ്ഞ കാര്യം നുണയാണ്. എന്തോ ഒരു കാര്യം അവള് മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറക്കാനല്ല, മറച്ച് വെക്കാനും കേട്ടോ, മാറിപ്പോണ്ട. എന്തിനായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നിങ്ങനെ ടോം ആലോചിച്ച് നോക്കുമ്പോൾ ഈ ഒരു ജെന്ന് തന്നെ ടോമിനെ വിളിക്കുകയാണ്. എന്നിട്ട് ടോമിനോട് പറയാണ്, ദയവ് ചെയ്തിട്ട് ഈ ഒരു കേസിന്റെ പിന്നാലെ നിങ്ങൾ വരരുത്, അത് കൂടുതലായിട്ട് എന്നെ പ്രശ്നത്തിലാക്കുകയുള്ളൂ. ഇതേ സമയത്ത് തന്നെ ജെന്നിനോട് ടോം ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്തിനാണ് എന്നോട് നുണ പറഞ്ഞത്? എന്തായാലും നിങ്ങളുടെ ബോയ് ഫ്രണ്ട് അന്ന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും ജെന്നി പറയാണ്, പ്ലീസ് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, സത്യം പറയുകയാണെങ്കിൽ ഒരു ദുസ്വപ്നം പോലെയാണ് ആ സംഭവം. എനിക്ക് വീണ്ടും അതിനെക്കുറിച്ച് എന്നോട് ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ടോമിനോട് പറയുമ്പോൾ ടോം വീണ്ടും ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. അതായത് ഈ ഒരു ജെന്നിനെ ആരോ ആക്രമിക്കുന്നത് പോലെ, അവൾ അവിടുന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ. അങ്ങനെ ഒരു ശബ്ദം കേട്ടതുകൊണ്ട് തന്നെ ടോമിനൊരു സമാധാനം കിട്ടുന്നില്ല. രാവിലെ തന്നെ ഈ ജെന്നിന്റെ വീട് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് നേരെ ടോം ചെല്ലുകയാണ്. എന്നാൽ അവളുടെ വീടിന്റെ ഉള്ളിലേക്ക് നോക്കിയ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ ആരും ഒരാൾ ഇറങ്ങി ഓടുന്നതായിട്ട് ടോം കാണുകയാണ്. ആ ഒരു കാല് മാത്രം ടോം കണ്ടു. ഇയാളുടെ പിന്നാലെ പോയിട്ട് ഇയാളെ പിടിക്കാൻ നോക്കിയെങ്കിലും ഇയാൾ വേഗം തന്നെ ഒരു കാറിൽ കയറുകയാണ്. മാത്രമല്ല ആ കാർ ഉപയോഗിച്ച് ടോമിന് ഇടിച്ചിടുകയാണ്. അയാൾ രക്ഷപ്പെട്ടു പോയി. സത്യം പറയുകയാണെങ്കിൽ ആ ഒരു വീട്ടില്, ജെന്നിന്റെ വീട്ടിൽ അവൾ ഇല്ലായിരുന്നു. അവളെ മറ്റാരോ പിടിച്ചുകൊണ്ടിട്ട് ഒരു സ്ഥലത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അവളിപ്പോ കാണിക്കുന്നുണ്ട്. അവളുടെ കാലില് ആ ഒരു വെച്ച് നടക്കാനുള്ള ഒരു സ്റ്റിക്കൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒരു പിന്നു പോലെ അവൾ ഊരിയെടുത്ത് എങ്ങനെയൊക്കെയോ ആ ഒരു വിലങ്ങ് അവൾ അഴിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ടോമിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ ടോം നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് അപ്പൊ കോള് പോകുന്നില്ലായിരുന്നു. ഇതേ സമയത്ത് തന്നെ ജെന്നിനെ അവിടെ പൂട്ടിയിട്ട ആൾ അങ്ങോട്ടേക്ക് വരികയാണ്. ഇയാളെ കണ്ട് ജെൻ ആകെ ഭയന്ന് നിൽക്കുകയാണ്. പക്ഷെ പൂട്ടിയിട്ട ആൾ ആരാണെന്ന് കാണിക്കുന്നില്ല. അടുത്ത സീനിൽ ടോമിനെ കാണിക്കുകയാണ്. കൈക്ക് ചെറുതായിട്ടൊരു അപകടം പറ്റിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിന് ബാൻഡേജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വിവരം അറിഞ്ഞ് പെട്ടെന്ന് തന്നെ ആകെ പേടിച്ച് മാഗി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് വരുമ്പോൾ പെട്ടെന്ന് ടോമിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. അതായത് ഫോണിൽ സിഗ്നൽ തിരിച്ചു വന്നപ്പോൾ ആരൊക്കെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് വരുമല്ലോ. ആ രീതിയിൽ ടോം നോക്കുമ്പോൾ ജെൻ ഈ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട്. എന്തിനായിരിക്കും അവൾ വിളിച്ചിട്ടുണ്ടാവുക? പെട്ടെന്ന് തന്നെ ടോമും മാഗിയും കൂടെ ഹോസ്പിറ്റലിൽ ഇറങ്ങുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇവർ കാർ ഒന്ന് സൈഡിലേക്ക് പാർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ബേക്കിൽ പാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ബേക്ക് കാണാനായിട്ട്, അതുപോലെ തന്നെ മുൻഭാഗത്ത് എന്തെങ്കിലും ഉണ്ടോന്ന് കാണാനായിട്ട് ഈ പാർക്കിംഗ് സൈഡിൽ ഒരു മിറർ ഉണ്ടാവും, ഒരു വട്ടത്തിലുള്ള മിറർ. അതിലൂടെ ബേക്കിലൂടെ വരുന്ന ആ ഒരു കാർ വ്യക്തമായിട്ട് തന്നെ ടോമിന് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ചുമ്മാ അത് അവനങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. എന്തായാലും ഇതിനുശേഷം നേരെ അവന് പരിചയമുള്ള ഒരു പോലീസുകാരന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇതുപോലെ ഒരു പെൺകുട്ടി മിസ്സിംഗ് ആണ്, അവളുടെ കോള് വന്നിട്ടുണ്ട്. അവസാനമായിട്ട് ആ കോള് വന്ന സ്ഥലം, ആ ഒരു ലൊക്കേഷൻ, ആ ഒരു കോള് വെച്ച് ഒന്ന് ട്രേസ് ചെയ്ത് തരുമെന്ന് കൂട്ടുകാരനോട് ചോദിക്കുന്നുണ്ട്, ആ ഒരു പോലീസുകാരനോട്. എന്തായാലും ഇതിനുശേഷം ടോം നേരെ വീട്ടിലേക്ക് പോകണം. അതായത് അവന്റെ മൈൻഡിൽ എന്തോ ഒരു കാര്യമുണ്ട്. 9 വർഷങ്ങൾക്ക് മുന്നേ അപകടം നടന്നപ്പോൾ അവിടെ ഒരുപാട് ഫോട്ടോസ് അവൻ എടുത്തില്ലേ, അതിലെ ഒരുപാട് ഫോട്ടോസ് ഇപ്പൊ നിലവിൽ മിസ്സിംഗ് ആണ്. എന്തായാലും അവനിപ്പോ നേരെ അവന്റെ വീട്ടിലേക്ക് ചെന്നു. ഉള്ള ഫോട്ടോസിൽ അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതുപോലെ പാർക്കിംഗ് ആ ഒരു മിറർ അത് അവിടെ ഉണ്ടായിരുന്നു. സോ ആ ഒരു മിറർ ഒരു ചെറിയ ഇമേജാണ്. അതിങ്ങനെ സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അവന് കാണുന്നുണ്ട്. അതായത് അന്ന് അപകടം നടന്നില്ലേ, ആ കാറിനെ ഇടിച്ചിട്ട് പോയ ആ ഒരു കാറിന്റെ നമ്പർ ചെറുതായിട്ട് ബ്ലർഡ് ആയിട്ട് അവൻ ആ ഒരു മിററിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ടോമിന്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഡീറ്റെയിൽസ് മനഃപൂർവ്വം ആരോ ഒരാൾ ഡിലീറ്റ് ആക്കിയതാണല്ലോ. അയാൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല. എന്തായാലും പിന്നീട് ടോം പതിയെ അത് സൂം ചെയ്ത് നോക്കുമ്പോൾ നമ്പർ അത്ര വ്യക്തമല്ലായിരുന്നു. എന്നാലും അവൻ എങ്ങനെയൊക്കെയോ അവന്റെ നമ്പർ ഡീകോഡ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ പഴയതുപോലെയല്ല, അവന്റെ ജോലിയൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. അതുകൊണ്ട് ചില പോലീസുകാരൊന്നും അവന് വലിയ വില ഒന്നും കൊടുക്കുന്നില്ല. എന്നാൽ ആ ഒരു പുതിയ ചെറുക്കനുണ്ടല്ലോ വെയ്ഡ്, അവനോട് അവന്റെ സീനിയേഴ്സ് എന്താ പറഞ്ഞത്, ഇതുപോലെ ഈ ടോം വരികയാണെങ്കിൽ അവന് വേണ്ടി എന്ത് ഹെൽപ്പും ചെയ്തു കൊടുത്തോ, നല്ല മുന്തിയ റിപ്പോർട്ടറാണ് പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ വെയ്ഡ് നമ്മുടെ ടോമിനെ ഹെൽപ്പ് ചെയ്യാണ്. അങ്ങനെ കുറെ അധികം നേരം പരിശോധിച്ച സമയത്ത് ആ ഒരു നമ്പർ ഡീകോഡ് ചെയ്തെടുത്തു. അത് ഏത് കാറാണെന്നും അതുപോലെ തന്നെ ആരുടെ കാറാണെന്നും നമ്മുടെ ടോമിന് മനസ്സിലാക്കാൻ പറ്റി. അവൻ ചെറുതായിട്ടൊന്ന് ഷോക്ക് ആവുന്നുണ്ട്. മറ്റാരുമല്ല, അവന്റെ കമ്പനിയിലെ അവന്റെ ആ ഒരു ബോസ് ഉണ്ടല്ലോ, ഇയാൾ തന്നെ. അവന് പ്രൊമോഷൻ കൊടുത്ത അവസാനം അവനെ പിരിച്ചുവിട്ട അതേ ബോസ് തന്നെ. ഇപ്പൊ പെട്ടെന്ന് ചില കാര്യങ്ങൾ ടോം ഓർത്തെടുക്കുകയാണ്. അതായത് 9 വർഷങ്ങൾക്ക് മുന്നേ ഈ അപകടം നടന്ന് ആ ഒരു
സംഭവ സ്ഥലത്തെ ഫോട്ടോ എടുത്തുകൊണ്ട് ടോം നേരെ ആദ്യം ചെന്നത് ആ ഒരു എഡിറ്റർ ഉണ്ടല്ലോ ഇയാളുടെ അടുത്തേക്കാണ്. എന്നിട്ട് ഈ എഡിറ്റർ ആ ഒരു ഫോട്ടോ നേരെ കൊണ്ടുപോയി കൊടുത്തത് ആ ഒരു ബോസിന്റെ കയ്യിലാണ്. ആ സമയത്ത് ബോസ് ഒറ്റയടിക്കാതെ പബ്ലിഷ് ചെയ്യാതെ ഓരോ മുട്ടൻ ന്യായങ്ങൾ പറയായിരുന്നു. എടോ ഈ ഫോട്ടോ ഒക്കെ അടിപൊളിയാണ്, പക്ഷേ ഇത് കുറച്ച് ബ്ലർഡ് ആണ്, വലിയ ക്ലിയർ ഒന്നുമില്ല. എന്ന് ടോം പറഞ്ഞു, സാർ അതൊന്നും കുഴപ്പമില്ല, എഡിറ്റ് ചെയ്ത് നമുക്ക് അടിപൊളിയാക്കാം. അത് വേണ്ട, അതിന്റെ ആ ഒരു ക്വാളിറ്റി പോയിപ്പോ വെറുതെ ക്വാളിറ്റി ഇല്ലാത്ത ഒരു പിക്ചർ വെറുതെ എന്തിനാ നമ്മൾ ചെയ്യുന്നത്, നമുക്കൊരു റെപ്യൂട്ടേഷൻ ഒക്കെ ഇല്ലേ. പക്ഷെ നീ എടുത്ത വർക്ക് അത് അടിപൊളിയാണ്, അതുകൊണ്ട് തന്നെ നിന്റെ ജോലി പെർമനന്റ് ആയിട്ടില്ലല്ലോ, നിന്റെ ജോലി ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ പെർമനന്റ് ആക്കാണ്, വർക്കുകൾ ഇനിയും നന്നായിട്ട് നീ ചെയ്താൽ മതി എന്നൊക്കെ പറയാണ്. ആ ഒരു കാര്യം ഇപ്പൊ ടോമിന് ഓർമ്മ വരികയാണ്. അതായത് അന്നത്തെ ആ ഒരു ഫോട്ടോസ് മനഃപൂർവ്വം തന്നെ ബോസ് വേണ്ടാന്ന് വെച്ചതാണ്. കാരണം എന്താ, അന്ന് അപകടം നടത്തിയത് ആ വാഹനത്തിൽ കൊണ്ട് ഇടിച്ചത് ഈ ബോസിന്റെ കാറാണ്. അടുത്ത സീനിൽ ഈ ടോമിന്റെ ബോസിനെ കാണിക്കുകയാണ്. ഇയാളെ ആരോ ഫോൺ വിളിക്കുന്നുണ്ട്. അതിന്റെ ആ ഒരു ടെൻഷൻ ഈ ഒരു ബോസിന്റെ മുഖത്തുണ്ട്. അതേ സമയത്ത് തന്നെ ടോമിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് മെക്കാനിക് ഉണ്ടല്ലോ വാങ്ങും വിളിക്കാണ് ടോമിനോട് പറയാണ്, ഡാ 9 വർഷങ്ങൾക്ക് മുന്നേ ഒരു അപകടം നടന്നു എന്ന് നീ പറയുന്നില്ലേ, അതിനെക്കുറിച്ച് ചില രഹസ്യങ്ങൾ എനിക്ക് നിന്നോട് പറയാണ്ടാ, നീ വേഗം വരണമെന്ന് ടോം പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ടോം കൂട്ടുകാരന്റെ ആ ഒരു വർക്ക്ഷോപ്പിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോവാണ്. അതായത് അവന്റെ കൂട്ടുകാരൻ നിലത്ത് വീണ് തല പൊട്ടി മരിച്ചിരിക്കുകയാണ്. ആ ഒരു സംഭവ സ്ഥലത്തേക്ക് അതേ സമയത്ത് തന്നെ ടോം മാത്രമല്ലായിരുന്നു വന്നിരുന്നത്, ആ ഒരു ബോസ് ഉണ്ടല്ലോ ഇയാളും വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇവർ പോലീസിനെ വിവരങ്ങൾ അറിയിക്കുന്നുണ്ട്. അതായത് കഥയുടെ ലെവൽ മാറാൻ പോകുന്നത് ഇവിടെ വെച്ചാണ് കേട്ടോ. എന്തായാലും പോലീസുകാരൊക്കെ വന്നു. ടോം അതുപോലെ തന്നെ ബോസ് രണ്ടുപേരും ഒരു കാറിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് ടോം ഈ ബോസിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്ന് 9 വർഷങ്ങൾക്ക് മുന്നേ അപകടം നടന്നെന്ന് ഞാൻ പറയുന്നില്ലേ, അന്നുണ്ടായിരുന്ന അപകടത്തിൽ ആ വണ്ടിയെ പോയിടിച്ചത് നിങ്ങളുടെ വണ്ടിയായിരുന്നു. ബോസിനോട് ഈ ഒരു കാര്യം പറയുമ്പോൾ ബോസ് പറയാണ്, ശരിയാണ്, നീ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ 50% ശരിയാണ്, പക്ഷേ അന്ന് ആ കാർ ഓടിച്ചിരുന്നത് ഞാൻ ആയിരുന്നില്ല. കാരണം ആ ഒരു സമയത്ത് എന്റെ കാറിന് കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് നന്നാക്കാനായിട്ട് നിന്റെ കൂട്ടുകാരന്റെ ഈ വർക്ക് ഷോപ്പിലാണ് ഏൽപ്പിച്ചത്. അന്ന് അപകടം നടക്കുന്ന ആ ഒരു രാത്രി അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പിറ്റേ ദിവസം തരാമെന്നും അവൻ സമ്മതിച്ചു. പക്ഷെ അതിന്റെ കൂടെ തന്നെ അവനൊരു കാര്യം എന്നോട് ചോദിച്ചു, അവന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ ഒരു ഡേറ്റിന് പോകണം, അപ്പോൾ ഈ ഒരു രാത്രി ആ ഒരു കാർ എടുത്തോട്ടേന്ന്. ഞാൻ സമ്മതിച്ചു. അതായത് അന്ന് രാത്രി അവന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ മദ്യപിച്ചുകൊണ്ട് കാർ ഓടിച്ചിട്ട് പോയത് നിന്റെ കൂട്ടുകാരനാണ് അന്ന് അപകടം ഉണ്ടാക്കിയത്. എന്തായാലും ആകെ പേടിച്ചു പോയ നിന്റെ കൂട്ടുകാരൻ വാങ് വർക്ക്ഷോപ്പിൽ തിരിച്ചെത്തി എന്നെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഞാനും ഇത് ആരോടും പറയില്ലെന്ന് അവൻ ഹെൽപ്പ് ചെയ്യാന്ന് സമ്മതിച്ചു. പെട്ടെന്ന് തന്നെ അവൻ കാറിലുണ്ടായിരുന്ന ആ ഒരു ഡാമേജ് അവൻ വേഗം തന്നെ മാറ്റിയാണ് ഉണ്ടായത്. പക്ഷെ ഇപ്പോ 9 വർഷങ്ങൾക്ക് ശേഷം ഇതേ സെയിം കേസ് തന്നെ നീ ഇങ്ങനെ കുത്തിപ്പൊക്കുകയാണെന്ന് അവൻ അറിഞ്ഞപ്പോൾ അവനൊന്ന് പാളിയിട്ടുണ്ടാവണം. അതായത് പല തവണയായിട്ട് നമ്മുടെ ടോമിനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നമ്മളിങ്ങനെ കാണുന്നില്ലേ, അത് മറ്റാരുമല്ല അവന്റെ കൂട്ടുകാരനായിട്ടുള്ള വാങ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ അന്ന് അപകടത്തിൽപ്പെട്ട ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ജെന്ന്, അവളുടെ ആ ഒരു വീട് തേടി കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് നമ്മുടെ വാങ് പോയിട്ടുണ്ടായിരുന്നു. അതായത് അവൾ ഉപദ്രവിക്കാനൊന്നും അല്ലായിരുന്നു, അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ഷമയും പറഞ്ഞ് കുറച്ച് കാശ് കൊടുക്കാനാണ് വാങ് അങ്ങോട്ടേക്ക് പോയത്. എന്ന് വാങ് നോക്കുമ്പോൾ ഇതേ ജെന്നിന്റെ വീട് അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ ടോം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പേടിയിൽ അവളുടെ വീടിന്റെ ജനലിൽ തുറന്നിട്ട് അവനോട് രക്ഷപ്പെട്ടു. ആ സമയത്താണ് ടോം അങ്ങോട്ടേക്ക് വരുന്നതും ഈ ഒരു വാങ്ങിന്റെ കാല് കാണുന്നതും. എന്തായാലും അവന്റെ പിന്നാലെ പോയപ്പോൾ പെട്ടെന്ന് തന്നെ വാങ് അവന്റെ കാറിൽ കയറിയിട്ട് ടോമിന് ചെറിയൊരു അപകടം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. എന്നാൽ അത് അവനെ മാനസികമായിട്ട് വല്ലാതെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. വല്ലാതെ ടെൻഷനായിരുന്നു ആ ഒരു കാര്യത്തിൽ. ചിലപ്പോൾ ആ ഒരു കുറ്റബോധത്തിലായിരിക്കും നിന്റെ കൂട്ടുകാരൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുമെന്ന് ബോസ് പറയാണ്. എന്തായാലും ഇപ്പോൾ കൂട്ടുകാരൻ വാങ്ങിന്റെ വൈഫിനെ വിളിച്ചു വരുന്നതാണ്. അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പോലീസുകാർ. നിങ്ങളുടെ ഹസ്ബൻഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, ആ കാര്യങ്ങളൊക്കെ പോലീസ് ചോദിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിച്ചെന്ന് ടോമും അതുപോലെ തന്നെ ആ ഒരു ബോസും പോയിട്ട് പോലീസുകാരോട് പറയാൻ നിന്നില്ല. കാരണം അതിൽ വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ പിറ്റേ ദിവസമായി ടോമിന് വീണ്ടും ഒരു കോള് വരികയാണ്. അതായത് ഈ ജെന്നുണ്ടല്ലോ അവൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഈ ടോം. അതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു നമ്പർ, അവൾ അവസാനമായിട്ട് വിളിച്ച ആ ഒരു സ്ഥലം, അതിന്റെ ആ ഒരു സിഗ്നൽ കണ്ടുപിടിച്ചു തരാൻ വേണ്ടി പോലീസുകാരോട് പറഞ്ഞിരുന്നല്ലോ. പോലീസുകാർ അത് കണ്ടുപിടിക്കുകയാണ്. ആ ഒരു ലൊക്കേഷൻ ടോമിന് കൊടുത്തിട്ടുണ്ട്. അതൊരു അപ്പാർട്ട്മെന്റ് ആണ്. അവിടുത്തെ ആ ഒരു കറക്റ്റ് റൂം നമ്പർ വരെ ടോം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ടോമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് 2 കോൺസ്റ്റബിൾസിനെയും കൂട്ടിക്കൊണ്ട് ടോം നേരെ ചെല്ലുകയാണ്. മാത്രമല്ല ആ ഒരു റൂം നമ്പർ കറക്റ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരാൾ വാതിൽ തുറക്കാണ്. വാതിൽ തുറന്ന ആളെ കണ്ടിട്ട് ടോം ഞെട്ടിപ്പോകുന്നുണ്ട്. അത് മറ്റാരുമല്ല, അവന് സ്റ്റേഷനിൽ വെച്ച് സഹായിച്ച ആ ഒരു യങ് ആയിട്ടുള്ള പുതുതായിട്ട് ജോയിൻ ചെയ്ത കോൺസ്റ്റബിൾ ഉണ്ടല്ലോ വെയ്ഡ്, അവന്റേതായിരുന്നു ആ ഒരു അപ്പാർട്ട്മെന്റ്. അവനെ പെട്ടെന്ന് ഇവിടെ കണ്ടപ്പോൾ ടോം ഒന്ന് ഞെട്ടിപ്പോവാണ്. അല്ല ഇതെന്താ നീ ഇവിടെ ചോദിച്ചപ്പോൾ വെയ്ഡ് പറയാണ് ഇതെന്റെ അപ്പാർട്ട്മെന്റ് ആണ്. എന്താ സാറേന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല, പിന്നെ ഇങ്ങനെ പറയാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം കേൾക്കാണ്. അവനോട് പോലും ചോദിക്കാൻ ടോം വേഗം തന്നെ അതിന്റെ ഉള്ളിൽ കയറി നോക്കുകയാണ്. അതൊരു പൂച്ചയായിരുന്നു. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാ റൂമും നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കുറെ അധികം ഫോട്ടോസ്, ചുമര്, ഇതെല്ലാം നോക്കിക്കൊണ്ടാണ് ടോം പുറത്തേക്ക് ഇറങ്ങുന്നത്. പ്രത്യേകിച്ചൊന്നും കണ്ടില്ല കേട്ടോ. എന്തായാലും ടോം ഇപ്പോൾ വെയ്ഡിനോട് ക്ഷമ ചോദിച്ച് സോറി അറിയാതെ പറ്റിപ്പോയതാന്ന് പറഞ്ഞിട്ട് ടോം അവിടുന്ന് പോവാണ്. എന്നാൽ ഇവരവിടുന്ന് പോകുന്ന സമയത്ത് ഈ വെയ്ഡ് ഉണ്ടല്ലോ ടോമിനെ നോക്കിയിട്ട് ഒരു നിൽപ്പാണ്. ആ ഒരു നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ആൾ എന്തോ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ടെന്ന്. എന്തായാലും ഇവിടെ വെച്ച് മറ്റൊരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുകയാണ്. അതാണ് അടുത്ത ട്വിസ്റ്റ്. 9 വർഷങ്ങൾക്ക് മുന്നേ ഈ അപകടം നടന്നു. ജെൻ ഹോസ്പിറ്റലായി. എന്നാൽ അവൾ ആരോടും പറയാതെ ആ ഒരു ആശുപത്രിയിൽ നിന്ന് പോയി എന്ന് പറഞ്ഞല്ലേ, പോയതല്ലായിരുന്നു, തട്ടിക്കൊണ്ടുപോയതാണ്. ആരുമല്ല, ഈ ഒരു വെയ്ഡ് തന്നെ. എന്നിട്ട് നന്നായിട്ട് തന്നെ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു ജെന്നിനെ ടോം ശുശ്രൂഷിക്കുകയായിരുന്നു. ശുശ്രൂഷയുടെ പേരിൽ തന്നെ മാനസികമായിട്ട് അവളെ
വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. ചില സമയത്ത് വേദനിപ്പിക്കാറുണ്ട്, അബ്യൂസ് ചെയ്യാറുണ്ട്. കാരണം വൺ സൈഡ് ആയിട്ട് ഈ ഒരു ജെന്നിനെ പ്രണയിച്ച ആളായിരുന്നു ഈ ഒരു വെയ്ഡ്. അതുപോലെ തന്നെ 9 വർഷങ്ങൾക്ക് മുന്നേ വെയ്ഡ് ഒരു പോലീസുകാരൻ ആയിരുന്നില്ല. അതുപോലെ തന്നെ ഈ ജെന്നിനെ ഇവൻ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ഇവന്റെ കയ്യിൽ ഒരു ബാഗിൽ നിറയെ കാശ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാശെല്ലാം പിടിച്ചുകൊണ്ട് ജെന്നിനോട് വെയ്ഡ് പറയാണ്, നമുക്ക് ജീവിക്കാനായിട്ടുള്ള കാശ് ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്, നീ എന്റെ കൂടെ വാ, എന്റെ കൂടെ നിൽക്ക്, നമുക്ക് ഒരുമിച്ച് ജീവിക്കാന്നൊക്കെ പറയണം. എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജെന്നി കുറച്ചൊക്കെ അഭിനയിച്ചു. പിന്നീട് ഹെൽത്ത് എങ്ങനെയൊക്കെയോ ഒന്ന് ഓക്കെ ആയി വന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അവളുടെ കയ്യിൽ ആ ഒരു വിലങ്ങെല്ലാം ഈ ഒരു വെയ്ഡ് അഴിച്ചു കൊടുക്കായിരുന്നു. അങ്ങനെ ഒരു അവസരം നോക്കിയിട്ട് അന്ന് 9 വർഷങ്ങൾക്ക് മുന്നേ ജെൻ അവന്റെ ആ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. കൂടെ ആ ഒരു കാശും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 9 വർഷമായിട്ട് ഈ ഒരു ജെന്നിനെ തേടി നടക്കുകയായിരുന്നു ഈ ഒരു വെയ്ഡ്. അവന് കിട്ടിയില്ല. അവളെ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് പിന്നീട് ഈ വെയ്ഡ് പോലീസുകാരനായതും. എന്നിട്ടും അവര് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്താണ് ഈ ജെൻ ഉപയോഗിച്ച ആ ഒരു കാറിനെ അന്വേഷിച്ചുകൊണ്ട് ആരിങ്ങോട്ടേക്ക് വരുന്നത്, നമ്മുടെ ടോം വരുന്നത്. ടോം അന്വേഷിക്കുന്ന ആളും അതുപോലെ തന്നെ ഈ വെയ്ഡ് അന്വേഷിക്കുന്ന ആളും രണ്ടുപേരും സെയിം ആണെന്ന് മനസ്സിലായ വെയ്ഡും ഈ ഒരു ടോമിനെ ഫോളോ ചെയ്യാൻ തുടങ്ങുകയാണ്. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടോമിനെ ആരൊക്കെയോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കണ്ടില്ലേ, അത് രണ്ടുപേരുണ്ടായിരുന്നു. ഒന്ന് വാങ്ങുണ്ടായിരുന്നു, അതായത് ടോമിന്റെ കൂട്ടുകാരൻ, പിന്നെ ഈ ഒരു വെയ്ഡും. എന്തായാലും അവസാനം ടോം ഈ ഒരു ജെന്നിനെ കണ്ടുപിടിച്ചതിന്റെ കൂടെ തന്നെ വെയ്ഡും ജെന്നിനെ കണ്ടുപിടിച്ചു. അന്ന് രാത്രി അവൾ ആക്രമിച്ച് അവൾ അവിടുന്ന് തട്ടിക്കൊണ്ടുപോയത് മറ്റാരുമല്ല, ഈ ഒരു വെയ്ഡ് തന്നെയാണ്. അതേ അപ്പാർട്ട്മെന്റിൽ തന്നെ ഈ ഒരു ടോമിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ അവൾ വെച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ അടുത്തേക്ക് ഇപ്പൊ വെയ്ഡ് ചെല്ലുന്നുണ്ട്. 9 വർഷം മുന്നേ നീ എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞതാണ്. ഇപ്പൊ ഞാൻ പോലീസിൽ ചേർന്നത് തന്നെ നിന്നെ കണ്ടുപിടിക്കാനാടി. ഇനിയാടി നീ നരകം കാണാൻ പോകുന്നത്, അത് ഞാൻ നിന്നെ കാണിച്ചു തരുമടി. ഇവിടെ വെച്ച് വല്ലാത്തൊരു രീതിയിൽ ഒരു സൈക്കോയെ പോലെ ഈ വെയ്ഡ് ഉണ്ടല്ലോ ജെന്നിനെ നോക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ജെന്നിനെ വെയ്ഡ് കണ്ടുപിടിക്കാൻ തന്നെ കാരണം ടോം ഈ ഒരു കേസ് ഏറ്റെടുത്തതാണ്. എന്തായാലും ടോമിനിപ്പോ ജെന്നിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവൻ അങ്ങനെ ആ ഒരു ജെന്നിനെ തേടി നടക്കുകയാണ്. ഇതിന്റെ ഇടയിലാണ് ടോം അവന്റെ കൂട്ടുകാരനായിട്ടുള്ള വാങ്ങിന്റെ ആ ഒരു ഗ്യാരേജിലേക്ക് പോകുന്നത്. കാരണം വാങ്ങിനെ അവന് നന്നായിട്ട് മിസ്സാവുന്നുണ്ട്. കുറെ നേരം അതിലൂടെ അങ്ങനെ നടക്കുകയാണ് കൂട്ടുകാരന്റെ ആ ഒരു ഓർമ്മകളൊക്കെ ആയിട്ട്. എന്തായാലും പിന്നീട് ഇവിടുന്ന് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ ടോം വാങ്ങുമായിട്ടുള്ള ഒരു ഫാമിലി ഫോട്ടോ കാണുകയാണ്. അതിൽ ടോം ഒന്നുമില്ല കേട്ടോ. എന്തോ ഒരു കാര്യം ടോമിന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇതിനുശേഷം ടോം നേരെ പോകുന്നത് അവന്റെ കമ്പനിയിലെ ആ ഒരു ബോസ് ഉണ്ടല്ലോ, ഇയാളെ ഫോളോ ചെയ്തുകൊണ്ടാണ്. എന്നാൽ ആ ബോസിന് അറിയില്ലായിരുന്നു ടോം ഇയാളുടെ പിന്നാലെ ഉണ്ടെന്ന്. എന്തായാലും അർദ്ധരാത്രിയിൽ ഈ ബോസ് ആരുടെയോ ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. ഇവിടെയാണ് കഥയുടെ അടുത്ത ട്വിസ്റ്റ്. ആ വീട് മറ്റാരുടെയല്ല, നമ്മുടെ കഥാനായികയായിട്ടുള്ള മേഘി ഉണ്ടല്ലോ, അവളുടെ വീടായിരുന്നു. ഈ മേഘിയുമായിട്ട് ബോസിന് ഒരു അവിഹിത റിലേഷൻ ഉണ്ട്. അതിപ്പോ ഒന്നുമല്ല തുടങ്ങിയത്, കഴിഞ്ഞ 10 വർഷമായിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മുടെ ടോമിനുമായിട്ട് മേഘിക്ക് എന്താ റിലേഷൻ? ഒന്നുമില്ല. ഈ ബോസ് പറഞ്ഞതനുസരിച്ച് അവനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക, അവന് അടുത്ത് നിന്ന് അവനെ മനസ്സിലാക്കുക. അതിനുവേണ്ടി ഈ ഒരു ബോസ് നിയോഗിച്ച ആള് മാത്രമാണ് ഈ ഒരു മേഘി. അതായത് 10 വർഷത്തെ ഈ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ അത് വേറൊരു കള്ളായിരുന്നു. അവളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അവസാനം ഉണ്ടായിരുന്ന അവരുടെ ആ ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻ, ഇതുവരെ അവരുടെ ആ ഒരു പ്ലാനിന്റെ ഭാഗമാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നമുക്ക് വഴിയെ മനസ്സിലാക്കാം. എന്തായാലും ടോം അവന്റെ കാറിൽ വല്ലാത്ത ആ ഒരു ഷോക്കിലിരിക്കുമ്പോൾ ആ ഒരു വീടിന്റെ മുകളിലേക്ക് വന്ന മാഗി പുറത്തു നിൽക്കുന്ന ടോമിനെ കാണുകയാണ്. അവളുടെ മുഖമൊക്കെ ആകെ മാറുന്നുണ്ട്. അതേസമയം തന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു ബോസ് താഴേക്ക് വരുമ്പോൾ ഇയാളുടെ കാറിൽ നമ്മുടെ ടോം ചെന്നിരിക്കുകയാണ്. എന്നിട്ട് ടോം ഇയാളോടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഓഗസ്റ്റ് 30, 2007 ആ ഒരു ഡേറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും ഞാൻ പറയാം. ആ അപകടം നടന്നില്ലേ 10 വർഷങ്ങൾക്ക് മുന്നേ, അത് ഈ ഡേറ്റിൽ തന്നെയാണ്. എന്നാൽ അതേ ഡേറ്റിൽ തന്നെ എന്റെ കൂട്ടുകാരന്റെ ഗ്യാരേജിൽ ഒരു ഫാമിലി ഫോട്ടോ അവൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഇതേ സെയിം ഡേറ്റിൽ തന്നെ. അപ്പോ അങ്ങനെ ഒരു കാര്യം വെച്ച് അത്രയും ഹാപ്പി ആയി നിൽക്കുന്ന എന്റെ കൂട്ടുകാരൻ വാങ്ക് മറ്റൊരുത്തിയുമായിട്ട് ഡേറ്റിന് പോകുമോ? ഇതിൽ എന്തോ ഒരു മിസ്സിംഗ് ഇല്ലേ? അതായത് ബോസേ, നിങ്ങൾ എന്നെ കബളിപ്പിച്ചതല്ലേ, എന്നോട് നുണ പറഞ്ഞതല്ലേ, സത്യം പറയടോ അന്ന് എന്താ സംഭവിച്ചത്? ഇപ്പൊ ബോസും സത്യമായിട്ട് തന്നെ പറയാണ്. 10 വർഷങ്ങൾക്ക് മുന്നേ ഇവരുടെ കമ്പനിയിൽ എന്തൊക്കെയോ അച്ചീവ്മെന്റ് ഉണ്ടായി. അതിന്റെ ആ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ ഒരു പാർട്ടിയും കഴിഞ്ഞാണ് നമ്മുടെ ടോം പുറത്തേക്ക് വരുന്നത്. ആ സമയത്താണ് അവൻ ഈ ഒരു ആക്സിഡന്റ് കാണുന്നത്. എന്തായാലും ആ ഒരു സമയത്ത് ആ കമ്പനിയിലെ അവനൊരു തുടക്കക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ആ ഒരു പാർട്ടിയിൽ നിന്നും അവൻ ഇറങ്ങിയത് തന്നെ കേട്ടോ. എന്നാൽ ആ ഒരു സമയത്തെല്ലാം മേഘിക്ക് ഈ കമ്പനിയിൽ നല്ലൊരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവളുടെ ബോസും അവളുമായിട്ട് അന്ന് തന്നെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടോം നേരത്തെ ഇറങ്ങി. ടോം ഈ കാണുന്ന ആക്സിഡന്റ് അത് ശരിക്കും സംഭവിച്ചത് ആ ഒരു കാർ ഓടിച്ചിരുന്നത് മറ്റാരുമല്ല, ആ ഒരു ബോസ് തന്നെയാണ്. കൂടെ തന്നെ ഈ മേഘി ഉണ്ടായിരുന്നു. രണ്ടുപേരും കുടിച്ച് നല്ല പൂസായിരുന്നു. സോ ആകെ പേടിച്ചു പോയ ഈ ഒരു ബോസ് ഇയാളുടെ കാറുമായിട്ട് നേരെ ചെന്നത് ടോമിന്റെ കൂട്ടുകാരനായിട്ടുള്ള വാങ്ങിന്റെ വർക്ക്ഷോപ്പിലേക്കാണ്. സത്യം പറഞ്ഞാൽ വാങ്ങല്ല കാല് പിടിച്ച് കരഞ്ഞത്, ഈ ഒരു ബോസ് ആയിരുന്നു. ഈ ബോസ് വാങ്ങിന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടാണ് കാർ ഇതുപോലെ മാറ്റിയെടുത്തതും ആ ഒരു അപകടം ഈ ഒരു കാറിന് സംഭവിക്കാത്ത രീതിയിൽ ഈ കാറിനെ ആക്കിയെടുത്തത്. ഇതെല്ലാം മനസ്സിലാക്കിയ ടോം പറയാണ്, അപ്പൊ എത്ര നിസാരമായിട്ടാണോ നീ എന്റെ കൂട്ടുകാരന്റെ തലയിലേക്ക് ഇത് വെച്ച് കെട്ടാൻ നോക്കിയത്? ഒരിക്കലുമില്ല. ഒരു സത്യത്തെ പരിപൂർണമായിട്ട് എപ്പോഴും മൂടി വെക്കാൻ പറ്റുകയില്ല, അത് പുറത്തേക്ക് വരും. ഇതേ സമയത്തിന് ഈ ബോസ് പറയണ്, ഇല്ലടാ നീ വിചാരിക്കുന്ന പോലെ ആ ഒരു സത്യം ഇനി പുറത്തേക്ക് വരില്ല. കാരണം ആ കാര്യം അന്ന് നേരിട്ട് കണ്ട ഒരേ ഒരാൾ നീ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് കമ്പനിയിൽ നിന്റെ ആ ഒരു ജോലി പെർമനന്റ് ആക്കിയത്, അല്ലാതെ നിന്റെ കഴിവ് കൊണ്ടൊന്നുമല്ല. പിന്നീട് 10 വർഷക്കാലം മാഗിയെ നിന്റെ അടുത്തേക്ക് വിട്ടതും നിന്റെ അടുത്തുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചതും നീയുമായിട്ട് എല്ലാ രീതിയിലും ബന്ധം അവൾ പുലർത്തിയതും എല്ലാം ഞാൻ
പറഞ്ഞതനുസരിച്ചാണ് നിന്നിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. നീ എന്തെങ്കിലും ഇതുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അതിനെ തടുക്കാൻ വേണ്ടി. സത്യം പറയുകയാണെങ്കിൽ ആ ഒരു കാര്യം കണ്ടതിന്റെ പേരിൽ നിനക്ക് ഈ കേസിന് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. മാത്രമല്ല നിന്റെ കയ്യിൽ ഇപ്പൊ യാതൊരു തെളിവും ഇല്ല. അപ്പൊ ഞാനൊരൊറ്റ കാര്യം ടോമി നിന്നോട് ചോദിക്കുന്നുള്ളൂ. ഈ ഒരു കാര്യം പോയിട്ട് നീ പോലീസിനോട് പറയുന്നോ അല്ലെങ്കിൽ നല്ലൊരു ജോലിയുമായിട്ട് എന്റെ കീഴിൽ നീ നിൽക്കുന്നോ? എന്താ നിനക്ക് ചൂസ് ചെയ്യാം? എന്നാൽ ബോസ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും തന്റെ ജോലിയെക്കുറിച്ചോ അല്ലെങ്കിൽ പോലീസിൽ പോയിട്ട് പഴയ ആ ഒരു ആക്സിഡന്റിനെ കുറിച്ച് കംപ്ലൈന്റ് കൊടുക്കുന്നതിനെ കുറിച്ചോ ഇതൊന്നുമല്ല അവന്റെ തലയിലുള്ളത്. ആ ഒരു പെൺകുട്ടി ജെൻ, അവളിപ്പോ എവിടെയാണുള്ളത്? അവളെ കണ്ടുപിടിക്കണം. ആ ഒരു ചിന്ത മാത്രമാണ്. അപ്പൊ ആ ഒരു ചിന്തയിൽ ടോം ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു കാര്യം അവന്റെ തലയിൽ സ്ട്രൈക്ക് ആവുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീടിന്റെ വീട്ടിലേക്ക് ടോം ലൊക്കേഷൻ കിട്ടിയപ്പോൾ പോയി നോക്കിയല്ലോ. പോയി തിരിച്ചു വരുമ്പോൾ യാദൃശ്ചികമായിട്ട് അവിടെ ഒരു ഫോട്ടോ നമ്മുടെ ടോം കണ്ടിട്ടുണ്ടായിരുന്നു. അതേ ഫോട്ടോ തന്നെ ജെന്നിന്റെ മുത്തശ്ശിയുടെയും വീട്ടിലേക്ക് പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഫാമിലി ഫോട്ടോ. അതായത് എന്തിനാണ് ജെന്നിന്റെ മുത്തശ്ശിയുടെയും വീട്ടിലുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോ ഈ വെയ്ഡ് അവന്റെ വീട്ടിൽ വെക്കുന്നത്? അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? വെയ്ഡിനും ഈ ജെന്നുമായിട്ട് എന്തോ ഒരു റിലേഷൻ ഉണ്ട്. സോ അവിടെ വെച്ച് വെയ്ഡ് എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ 100% നമ്മുടെ ടോം കൺഫേം ചെയ്യാണ് വെയ്ഡ് തന്നെയാണ് ജെന്നിനെ മറച്ചു വെച്ചിരിക്കുന്നതെന്ന്. എന്തായാലും ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് വെയ്ഡിന്റെ ആ ഒരു അപ്പാർട്ട്മെന്റ് പരിശോധിക്കുകയല്ല ടോം ചെയ്യുന്നത്. പകരം അവൻ എന്താ ചെയ്യുന്നതെന്ന് രഹസ്യമായിട്ട് നിരീക്ഷിക്കുകയാണ്. ഇപ്പൊ അവൻ നോക്കുമ്പോൾ വിചിത്രമായിട്ടുള്ള ഓരോ സാധനങ്ങൾ അവൻ മേടിച്ചു പോകുന്നത്. 2 ക്യാനിൽ നിറയെ പെട്രോൾ, പിന്നെ കുറച്ച് ആയുധങ്ങൾ. സംതിങ് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഇപ്പൊ തന്നെ ടോമിന് തോന്നുകയാണ്. മാത്രമല്ല അവനെ ഫോളോ ചെയ്ത് എന്തായാലും അപ്പാർട്ട്മെന്റിലേക്ക് പോയി നോക്കുമ്പോൾ ഈ ടോം നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ ഒരു പ്രത്യേകതരം പ്ലാസ്റ്റിക്കിന്റെ കോട്ടെല്ലാം ഇട്ടുകൊണ്ട് ഇവൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ച് തന്നെ നമ്മുടെ ടോം കൺഫേം ചെയ്യാണ് വെയ്ഡ് തന്നെയാണ് ജെന്നിനെ തട്ടിക്കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറാൻ ടോം തീരുമാനിച്ചു. വാതിൽ മുട്ടി ചെറുതായിട്ട് വാതിൽ തുറന്ന് ആരാണെന്ന് വെയ്ഡ് ചോദിക്കുമ്പോൾ തള്ളി തുറക്കുകയാണ് ടോം. ഇപ്പോൾ മാത്രമല്ല ഇവർക്കിടയിൽ ഇപ്പൊ ഒരു ഫൈറ്റും ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ടോം പറയുന്നുണ്ട്, എനിക്കറിയാം ജെന്നിനെ നീ തന്നെയാണ് തട്ടിക്കൊണ്ടുവന്നത്, പറയടാ അവൾ എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഈ ഒരു ഫൈറ്റിന്റെ ഇടയിൽ വെയ്ഡ് നന്നായിട്ട് തന്നെ ടോമിനെ എടുത്തിട്ടടിക്കുകയാണ്. പിന്നെ ഒരു കത്തി എടുത്ത് അവന്റെ കഴുത്തിന്റെ ഭാഗത്തേക്ക് വെട്ടാൻ വേണ്ടി വരികയാണ്. പക്ഷെ വെട്ടുന്നില്ല, ആ ഒരു കത്തി താഴെയാണ് കുത്തുന്നത്. എന്നിട്ട് ഈ ടോമിനോട് വെയ്ഡ് പറയാണ്, നീ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ ഇനിയും നീ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന $2 million അതെന്റെ കയ്യിൽ നിന്ന് എങ്ങനെ മിസ്സായി? അവളുടെ കയ്യിലേക്ക് എങ്ങനെ ആ ഒരു കാശ് വന്നു? എല്ലാത്തിനെ കുറിച്ചും ടോമെ നീ ഒന്നുകൂടെ അറിയാനുണ്ട്. അതായത് അടുത്ത ട്വിസ്റ്റ് അതാണ് ഇവിടെ വെച്ച് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. 9 വർഷങ്ങൾക്ക് മുന്നേ എന്താണ് മറ്റൊരു സ്ഥലത്ത് സംഭവിച്ചത് എന്നിപ്പോ നമ്മളെ കാണിക്കുകയാണ്. അതായത് ഈ വെയ്ഡ്, ജെന്നിന്റെ മരിച്ചുപോയ ആ ഒരു ബോയ് ഫ്രണ്ട്, ഇവരെല്ലാം ഒരു ഗ്യാങ് ആയിരുന്നു. 3 പേരും. അതായത് ജെന്നും ബോയ് ഫ്രണ്ടും നല്ല കമ്പനിയാണ്, അവർ തമ്മിൽ റിലേഷനും ഉണ്ട്. ഇവരുടെ ആ ഒരു ടീമിലെ 3ാമത്തെ ആളാണ് ഈ വെയ്ഡ്. അപ്പൊ ഇവര് 3 പേരും കൂടി അന്നൊരു പദ്ധതി ഉണ്ടാക്കി. അതായത് അന്ന് അവിടെ പണക്കാരനായിട്ടുണ്ടായിരുന്ന ഒരാളുടെ മകളെ തട്ടിക്കൊണ്ടുപോവുക, കാശ് ചോദിക്കുക. ഈ ഒരു കേസിനെ കുറിച്ച് നമ്മുടെ ടോം അന്ന് അന്വേഷിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതെന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അതെന്തിനാണെന്നല്ല, യാദൃശ്ചികമായിട്ട് കണ്ട കേസാണ്. അതുമായിട്ട് ഇപ്പൊ ഒരു ബന്ധം വന്നത് കണ്ടില്ലേ? എന്തായാലും ആ ഒരു കുഞ്ഞിനെ ഇവര് 3 പേരും കൂടെ തട്ടിക്കൊണ്ടുപോയി കാശ് ചോദിച്ചു. കാശ് കൊടുക്കാന്ന് ആ ഒരു ഭാര്യയും ഭർത്താവും പറഞ്ഞു. അങ്ങനെ ആ ഒരു കാശ് മേടിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയത് നമ്മുടെ ഈ ഒരു ജെന്നും അതുപോലെ തന്നെ അവളുടെ ആ ഒരു ബോയ് ഫ്രണ്ടും ആയിരുന്നു. കാശ് കിട്ടിയല്ലേ, ഇനി കുട്ടിയെ തിരിച്ചു കൊടുക്കാന്ന് കരുതിയിട്ട് ഈ ഒരു ജെന്നും അതുപോലെ തന്നെ ജെന്നിന്റെ ബോയ് ഫ്രണ്ടും കൂടെ നേരെ അവരുടെ ആ ഒരു താവളത്തിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഈ ഒരു വെയ്ഡ് ഉണ്ടല്ലോ, ബേസിക്കലി ഈ നായൊരു സൈക്കോപാത്താണ്. ആ ഒരു പെൺകൊച്ചിനെ ഈ ചെങ്ങായി വലിച്ചു കയറി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആകെ രക്തത്തിൽ കുളിച്ചെടുക്കാണ്. ഈ കാഴ്ച കണ്ട ജെൻ അതുപോലെ തന്നെ അവളുടെ ആ ഒരു ബോയ് ഫ്രണ്ട് രണ്ടുപേരും ഞെട്ടിത്തരിച്ചുപോയി. കാരണം ഇവർക്ക് ഇങ്ങനെയൊന്നും യാതൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ആ ഒരു കുഞ്ഞിനെ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ തിരിച്ചു കൊടുക്കലായിരുന്നു ഇവരുടെ ഉദ്ദേശം. എന്നാ ആകെ പാളി. ഇനി ഈ നാട്ടിൽ നിന്നാ ശരിക്കും പാളിപ്പോന്ന് മനസ്സിലാക്കിയ ജെൻ അതുപോലെ തന്നെ അവളുടെ ആ ഒരു ബോയ് ഫ്രണ്ട് രണ്ടുപേരും കൂടെ അവർക്ക് കിട്ടിയ ആ ഒരു കാശുമായിട്ട് ഇവിടുന്ന് മുങ്ങുകയാണ്. കാരണം ഈ വെയ്ഡ് ഒരു സൈക്കോപാത്താണ്. ഇവന്റെ കൂടെ നിന്നാ പണി നല്ല രീതിയിൽ പാളുന്ന രണ്ടുപേർക്കും മനസ്സിലായതുകൊണ്ട് തന്നെ അങ്ങനെ ഇവർ ആ ഒരു കാശുമായിട്ട് ആ രാത്രി തന്നെ പോകുന്ന സമയത്താണ് ഇവരുടെ കാറിനിട്ട് ബോസ് അതുപോലെ തന്നെ മാഗി ഇവർ രണ്ടുപേരും വന്ന് ആ ഒരു കാർ വന്നിടിക്കുന്നത്. എന്തായാലും ബോസിന്റെ ആ ഒരു കാർ ഇടിച്ചതിന് ശേഷം നിർത്താതെ പോയി. എന്നാൽ ഇവര് രണ്ടുപേരും ജെന്ന് അവളുടെ ആ ഒരു ബോയ് ഫ്രണ്ട് അപകടത്തിൽപ്പെട്ട് അവിടെ അങ്ങനെ കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആരങ്ങോട്ടേക്ക് വരുന്നത്? നമ്മുടെ കഥാനായകനായിട്ടുള്ള ടോം വരുന്നത്. ടോം വന്ന് നോക്കുമ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് മരിച്ചിട്ടൊന്നുമില്ല, അവന് ജീവനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജെന്നിനും രണ്ടുപേർക്കും ജീവനുണ്ടായിരുന്നു. എന്നാൽ അവന് കാണുന്ന കാഴ്ച എന്താ? ഇതുപോലെ ഈ കാറിൽ കെട്ടുകെട്ടായിട്ട് കാശ് എടുക്കുന്നു. ഇവന്റെ കയ്യിൽ കിട്ടിയ കുറച്ച് ഡോളറും വാരിക്കൊണ്ട് ഇപ്പൊ ടോം അവിടെ ഓട്ടുകയാണ്. ഇതിനു ശേഷമാണ് അങ്ങോട്ടേക്ക് ഈ സൈക്കോപാത്തായിട്ടുള്ള വെയ്ഡ് വരുന്നത്. ഇവനാണ് പിന്നീട് ആ ഒരു കാറിൽ വെച്ച് ജെന്നിന്റെ ബോയ് ഫ്രണ്ടിനെ കുത്തി കൊല്ലുന്നതും പിന്നീട് ജെന്നിനെ ഇവിടുന്ന് നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും അവിടുന്ന് ഏകദേശം അവൾ ഓക്കെ ആയപ്പോ അവിടെ നിന്നും അവളെ ആരും അറിയാതെ ഡിസ്ചാർജ് ചെയ്ത് ഈ ഒരു വെയ്ഡ് തന്നെയാണ് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയതും. പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാലോ. കുറച്ച് കഴിഞ്ഞപ്പോ ജെന്ന് വല്ലാതെ ബുദ്ധിമുട്ടായപ്പോ ഇവനെയും കബളിപ്പിച്ചുകൊണ്ട് ആ ഒരു കാശുമായിട്ട് ഇവിടുന്ന് മുങ്ങി. കാരണം ഇതൊരു സൈക്കോ ആണ്, ഇവന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. എന്തായാലും ഈ കഴിഞ്ഞ 10 വർഷം കാലത്തോളം ജെൻ മനസമാധാനമായിട്ട് ആ ഉള്ള കാശ് കൊണ്ട് അവളുടെ അച്ഛനെയും അമ്മയും നോക്കിയിട്ട് ജീവിക്കുകയായിരുന്നു. പക്ഷേ എന്നാണോ ടോം രണ്ടാമതും ഈ ഒരു കേസിലേക്ക് വന്നത്, ഈ ജെന്നിനെ വെയ്ഡ് കണ്ടുപിടിച്ചു. ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ വെയ്ഡ് ടോമിനോട് പറയാണ്. പിന്നീട് ടോമിനോട് അപ്പുറത്തൊരു മുറിയുണ്ട്, അത് തുറന്നു നോക്കുന്ന ഈ വെയ്ഡ് പറയാണ്. എന്തായാലും അതിന്റെ ആ ഒരു ചാവി കൊടുത്തു. ടോം പോയിട്ട് ആ ഒരു മുറി തുറന്നു നോക്കാണ്. അവൻ കണ്ട കാഴ്ച അവൻ ഷോക്കായി പോവാണ്, തരിച്ചുപോയി, അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഇവിടെ സീൻ കട്ടാവുകയാണ്. എന്താണ് അവിടെ വെച്ച് ടോം കണ്ടത്
വെറുതെ എന്ന് നമ്മളെ കാണിക്കുന്നില്ല. അടുത്ത സീനിൽ ഒരു പേടി ഒരു ഭയമില്ലാതെ അവൻ ഇങ്ങോട്ടോ നോക്കി സിഗരറ്റ് അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വിളിച്ചു വരുത്തിയത് കൊണ്ട് മാത്രം അവന്റെ ആ ഒരു ബോസ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ബോസ് വരുമ്പോഴും ഇവന് യാതൊരു മൈൻഡും ഇല്ല. എന്താണ് കാര്യം ചോദിക്കുമ്പോൾ ഇപ്പോ ഈ ടോം ഉണ്ടല്ലോ, അവന്റെ കയ്യിലുണ്ടായിരുന്ന ഫോണിൽ ഒരു വോയിസ് ക്ലിപ്പ്, ഒരു വീഡിയോ ക്ലിപ്പ് ഇയാൾക്ക് കാണിച്ചു കൊടുത്ത് അത് പ്ലേ ചെയ്യാണ്. അതായത് അന്ന് കാറിൽ വെച്ച് ടോമിനോട് ബോസ് സംസാരിച്ചില്ലേ, അന്ന് ആ ആക്സിഡന്റ് സംഭവിച്ചതിന്റെ കാരണം ഞാൻ തന്നെയാണ്, എന്റെ കാറാണ് ഇടിച്ചത്, പക്ഷെ യാതൊരു തെളിവുമില്ല, നിനക്കത് തെളിയിക്കാൻ പറ്റില്ല എന്നൊക്കെ സംസാരിച്ചില്ലേ. അത് നല്ല വൃത്തിയായിട്ട് നല്ല വെട്ടിപ്പായിട്ട് തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഈ ഒരു ബോസിന് കാണിച്ചു കൊടുത്തപ്പോ ബോസും ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. എന്തായാലും ഇനി രക്ഷയില്ല എന്ന് ബോസിന് മനസ്സിലായി. ഇതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ടോമിനെ കാണിക്കുന്നത് അതേ കമ്പനിയിൽ തന്നെ. എന്നാൽ അവന്റെ വസ്ത്രത്തിന്റെ ആ ഒരു രീതി അത് സാധാരണ രീതിയിലായിരുന്നില്ല. കോട്ടും സ്യൂട്ടൊക്കെ ധരിച്ചുകൊണ്ട് ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്കിൽ. അതുപോലെ തന്നെ അവന്റെ ടേബിളിന്റെ അടുത്തായിട്ട് ഏകദേശം ഒരു $2 മില്യൺ അടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ ജെന്നിന്റെ അച്ഛനും അമ്മയ്ക്കും അയക്കാൻ വേണ്ടി ആ ഒരു അഡ്രസ്സും അതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്താണെന്നറിയില്ല, ടോം പെട്ടെന്ന് തന്നെ അതൊക്കെ കയറിക്കളയാണ്. പകരം ആ കാശ് ഡയറക്റ്റ് ആയിട്ട് അയക്കാതെ നമ്മുടെ ജെന്നിന്റെ അച്ഛനും അമ്മയ്ക്കും അവൾ എങ്ങനെയാണോ ആ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ചായപ്പൊടി അയക്കുന്നത് ആ രീതിയിൽ പാക്ക് ചെയ്ത് ആ ചായപ്പൊടി എപ്പോഴും അയക്കാൻ തുടങ്ങി. ഇതെന്തിനാണ് നമ്മുടെ ടോം ഈ കാര്യമൊക്കെ എങ്ങനെ ചെയ്യുന്നത്? അതിനൊരു കാരണമുണ്ട്. കഥയുടെ അവസാനം നമുക്കത് മനസ്സിലാക്കാം. എന്തായാലും ഇപ്പോ അവന്റെ ഓഫീസ് റൂമിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ എല്ലാ സ്റ്റാഫും അവനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം അവനാണിപ്പോ ഈ ഒരു കമ്പനിയുടെ ബോസ്. കാരണം പഴയ ബോസിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ആ ഒരു പൊസിഷനിൽ നിന്നും ടോം വലിച്ച് താഴെ കിട്ടും. ഇപ്പൊ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത് ടോം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ടോമിന്റെ കീഴിലാണ് മാഗി, അതുപോലെയുള്ള മറ്റേ ആ ഒരു എഡിറ്റർ, ഇവരെല്ലാവരും. ഇനി വേണമെങ്കിൽ ടോമിന് എന്ത് വേണമെങ്കിൽ ചെയ്യാം. സോ ടോം വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ആ ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് മാഗി നിൽക്കുന്നത്. അവളിനി എന്തൊക്കെ ബഹുമാനം കാണിച്ചിട്ടും കാര്യമില്ല, അവള് വേറൊരു പരിപാടി കൂടെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ടോമിന് പൊറുക്കാൻ കഴിയില്ല. അതായത് ഈ കമ്പനിയിൽ നിന്നും ടോമിന്റെ ആ ഒരു ജോലി പോകാൻ തന്നെ കാരണക്കാരി ഈ മാഗി ആയിരുന്നു. ഇത് കേട്ടപ്പോ മാഗി ഞെട്ടിപ്പോണ്. നീ എന്തീ പറയുന്നത്? ഞാനൊന്നുമല്ല, വെറുതെ അഭിനയിക്കില്ലടി, എനിക്കെല്ലാം അറിയാം. അന്ന് ഞാൻ ഈ കമ്പനിയിലേക്ക് വന്നപ്പോ നീ എന്നെ ദയനീയമായിട്ട് നോക്കിയില്ലേ, എന്നിട്ട് എന്തോ കാര്യം പറയേണ്ടത് വേണ്ടി പുറത്തേക്ക് നീ കൊണ്ടുപോയില്ലേ, എന്നിട്ട് നീ എന്നോട് എന്താ പറഞ്ഞത്? എന്റെ ജോലി പോയി, എന്റെ ജോലി കളഞ്ഞത് ആ ഒരു എഡിറ്റർ ആണെന്ന്. എന്തായാലും 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് നേരിട്ട് പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്തിനാടാ എന്റെ ജോലി കളഞ്ഞെന്ന്. അവിടെ വെച്ച് അവൻ മറ്റൊരു കാര്യം എന്നോട് പറഞ്ഞു. അതായത് കഥയിലെ മറ്റൊരു ട്വിസ്റ്റ്. അതായത് ഈ എഡിറ്ററിനോട് ടോം എന്തിനാ അവന്റെ ജോലി കളഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ഈ എഡിറ്റർ ആകെ അന്തം വിട്ട് നിൽക്കാണ്. ഞാനോ? ഞാനല്ലടോ നിന്റെ ജോലി കളഞ്ഞത്, നിന്റെ കൂട്ടുകാരി ഉണ്ടല്ലോ മാഗി, അവളാണ്. ഞാൻ ആദ്യമൊന്നും അത് വിശ്വസിച്ചില്ല. പിന്നീടാണ് മാഗി നീയും ബോസും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, അതിനെക്കുറിച്ച് എഡിറ്റർ എന്നോട് പറഞ്ഞത്. 10 വർഷമായിട്ട് നിങ്ങൾ തമ്മിൽ ബന്ധത്തിലായിരുന്നു. അത് അവന് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നതും ഈ കമ്പനിയിലെ നല്ലൊരു പൊസിഷൻ അവന് കിട്ടിയതും ഈ രഹസ്യം അറിയാവുന്നത് കൊണ്ട് മാത്രം. എന്താലേ ട്വിസ്റ്റുകൾ! ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടെന്ന്. തീർന്നില്ല, ട്വിസ്റ്റുകൾ ഇനിയും വരാൻ കിടക്കുന്നുണ്ട്. അതായത് ഈ ഒരു എഡിറ്റർ ഒരു കാര്യം പറയാണ്. അതായത് 10 വർഷം മുന്നേ ഇങ്ങനെ ഒരു പാർട്ടി നടന്നില്ലേ, ആ പാർട്ടി കഴിഞ്ഞപ്പോൾ ബോസ് കുടിച്ച് നല്ല പേഴ്സായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. അന്ന് വണ്ടി ഓടിച്ചത് മറ്റാരും ആയിരുന്നില്ല, മാഗി ആയിരുന്നു. അതായത് അന്ന് ഈ ഒരു ജെന്നും അവളുടെ ബോയ് ഫ്രണ്ടും പോയി ആ ഒരു കാറിനിട്ട് ഇങ്ങനെ ഒരു കുത്തു കൊടുത്തത് മറ്റാരുമല്ല, മാഗി തന്നെയാണ്. അതായത് ഈ നടന്ന സംഭവത്തിന് എല്ലാത്തിനും കാരണക്കാരി ഈ മാഗിയാണ്. ഈ ഒരു ട്വിസ്റ്റ് നിങ്ങൾ വിചാരിച്ചിരുന്നോ? ഇല്ല, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് എല്ലാം ഒപ്പിച്ചു വെച്ച് എന്റെ മുന്നിൽ കിടന്ന് അഭിനയിക്കായിരുന്നല്ലേ നീ. എന്തായാലും മാഗി ആകെ ചൂളി പോകുന്നുണ്ട്. ഇതിനുശേഷം ടോം നേരെ ഇവരുടെ ബോർഡ് മീറ്റിംഗ് നടക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് എത്തുകയാണ്. കാരണം ഇതിൽ ആ ഒരു മെയിൻ അല്ലെങ്കിൽ ബോസ് എന്ന് പറയുന്നത് നമ്മുടെ ടോമാണ്. എന്തായാലും ഇപ്പൊ ടോം സംസാരിക്കുന്നത് ബാക്കിയുള്ളവർ കേൾക്കാണ്. ഇപ്പൊ ടോം പറയാണ്, എല്ലാവരും നമ്മുടെ ഈ ഒരു മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് എനിക്കൊരു ചെറിയൊരു കഥ നിങ്ങളോട് പറയാനുണ്ട്. ഞാനിത് പറയുന്നതിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞെന്ന് ബാക്കിയുള്ള സ്റ്റാഫ് പറയണം. അങ്ങനെ ടോം ആ ഒരു കഥ പറയാൻ തുടങ്ങുകയാണ്. ഒരു ചെറിയ കുട്ടി, ആ ഒരു കുട്ടിക്ക് കഥകൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ നല്ല നല്ല കഥകളുള്ള ഒരു ബുക്ക് മേടിക്കാനായിട്ട് ഇവൻ ഒരു കടയിലേക്ക് ചെന്നു. അപ്പൊ ആ കടയിലുണ്ടായിരുന്ന കടക്കാരൻ ഒരു ബുക്ക് എടുത്തോട്ട് പറയാണ്, ഇതിലെ കഥ അടിപൊളിയാണ്, പേടിപ്പിക്കുന്ന ഒരു ഗംഭീര കഥയാണ്. പക്ഷേ ഒരു കാരണവശാലും മോനെ ഇതിന്റെ അവസാന ഭാഗം നീ വായിക്കാൻ പാടില്ല, അവസാനത്തെ പേജ് മാത്രം നീ വിട്ടുകളഞ്ഞേക്ക്, കാരണം അത് വായിച്ചാൽ നീ പേടിച്ചു പോകും. അതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടി ഇല്ല ഞാനത് വായിക്കില്ല എന്ന് പറഞ്ഞിട്ട് $50 കൊടുത്ത് കുട്ടി ആ ഒരു ബുക്ക് മേടിക്കുകയാണ്. വീട്ടിലേക്ക് ചെന്നു. കടക്കാരൻ പറഞ്ഞതുപോലെ തന്നെ അവസാനത്തെ ആ ഒരു പേജ് അവൻ വായിക്കാൻ നിന്നില്ല എന്നല്ലേ നിങ്ങൾ കരുതുക. എന്നാൽ ആ പയ്യൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ അവസാനത്തെ ആ ഒരു പേജ് തന്നെ ആദ്യം വായിക്കുകയാണ്. അവന്റെ ആ ഒരു ക്യൂരിയോസിറ്റി കാരണം അവനത് വായിച്ചത് കൊണ്ട് തന്നെ അവനൊരു രഹസ്യം മനസ്സിലാക്കി. അതായത് ആ പുസ്തകത്തിന്റെ വില വെറും $1 പകുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കടക്കാരൻ അവനെ പറ്റിച്ചു. $50 കൊടുത്ത് അവനത് മേടിച്ചു. ഭയപ്പെടുത്തിക്കൊണ്ട് ആ രഹസ്യം അവൻ അറിയാതിരിക്കാൻ വേണ്ടി ആ ഒരു കടക്കാരൻ ആദ്യം ശ്രമിച്ചു. പക്ഷേ ആ കുട്ടിയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ക്യൂരിയോസിറ്റിയാണ് അവനെ സത്യത്തിലേക്ക് എത്തിച്ചത്. ഇവിടെ സീൻ കട്ടായി വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. അതായത് ടോം അന്ന് 10 വർഷങ്ങൾക്ക് മുന്നേ അപകടം നടന്ന സമയത്ത് ആ കാറിന്റെ അടുത്തേക്ക് ചെന്ന് അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന കാശും വാരി ഓടിയില്ലേ ആ ഒരു പെൺകുട്ടി, അതായത് ജെന്നിനെ രക്ഷപ്പെടുത്താതെ, ആ ഒരു കുറ്റബോധം അവന്റെ ഉള്ളിൽ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ ഇപ്പോഴും വ്യക്തമായിട്ട് കണ്ടിട്ടില്ല. വേഡുമായിട്ട് ഫൈറ്റ് നടന്നതിന് ശേഷം വേഡ് ആ മുറിയിലേക്ക് നീ ഒന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു മുറി തുറന്ന് അവന് കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ ടോമിന്. ആ റൂമിൽ
എന്തോ ഒന്ന് കണ്ട് ടോം ആകെ വിറച്ചു പോയി നിൽക്കുന്നുണ്ടല്ലോ. ആ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ജെന്നിന്റെ 2 കൈകൾ വെട്ടി 2 കാലുകളും വെട്ടി ഉടല് മാത്രമായിട്ട് രക്തം ഒലിച്ചു കിടക്കുന്ന ആ രൂപത്തെ ടോം കാണുകയാണ്. അവന്റെ മനസ്സ് തന്നെ കിടുങ്ങിപ്പോയി. പശ്ചാത്താപം കൊണ്ട് അവൻ ആകെ കിടന്ന് വിറക്കുകയാണ്. ഇതിന്റെ സമയത്ത് തന്നെ വേഡ് പറയാണ്, ഇവളെ ഞാൻ ഒരിക്കലും കണ്ടുപിടിക്കില്ലായിരുന്നു. ടോമെ, നീ ഒരു കേസിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ. അതിങ്ങനെ ഈ ഒരു വേഡ് പറയുമ്പോൾ ടോം കിടന്ന് വിറക്കാൻ തുടങ്ങുകയാണ്. ആ ഒരു പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, അതിന് കാരണക്കാരൻ ഞാനാണല്ലോ. പശ്ചാത്താപം കൊണ്ട് കുറ്റബോധം കൊണ്ട് അവൻ എന്ത് ചെയ്യണം, മരിച്ചു കളഞ്ഞാലോ എന്ന് വരെ ടോമിന് തോന്നുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ വേഡ് ഒരു സ്ക്രൂ ഡ്രൈവർ ടോമിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, എന്തായാലും അവളുടെ ജീവൻ പോവാറായി, അത് നീ തന്നെ അങ്ങ് എടുത്തേക്കെന്ന് പറഞ്ഞിട്ട് ആ സ്ക്രൂ ഡ്രൈവർ വേഡ് ടോമിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ ടോം ചെയ്ത് എന്താ വെച്ചാൽ ടോം തന്നെ ഒരു ഭ്രാന്തനായിട്ട് മാറുകയാണ്. ആ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് വേഡിന്റെ തലക്കിട്ട് കുത്തി 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 അവനെ ക്രൂരമായിട്ട് കൊന്നുകളയാണ്. പിന്നീട് കുറെ നേരം അവനിരുന്ന് കരയുന്നുണ്ട്, അലറുന്നുണ്ട്. പിന്നെ ടോമിന്റെ ഒരു സുഹൃത്തായിട്ടുള്ള പോലീസുകാരനെ കൊണ്ട് തന്നെ ഈ 2 ബോഡിയും ഡിസ്പോസ് ചെയ്തു. പിന്നെ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. ബോസിനെ ബ്ലാക്ക്മെയിൽ ചെയ്തു. ഈ കമ്പനിയുടെ ഏറ്റവും ടോപ്പിലേക്ക് തന്നെ നമ്മുടെ ടോം വന്നു. അതായത് ഈ സംഭവം കാര്യങ്ങളൊന്നും നടക്കില്ലായിരുന്നു. അതായത് ടോം 10 വർഷം മുന്നേ ആ ഒരു കാറിൽ നിന്നും ആ ഒരു പണം എടുത്തില്ലായിരുന്നെങ്കിൽ അവന്റെ ഉള്ളിൽ ആ ഒരു കുറ്റബോധം നടക്കില്ലായിരുന്നു. ആ ഒരു കുറ്റബോധം, അതുപോലെ തന്നെ അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു ക്യൂരിയോസിറ്റി, ഇത് രണ്ടും കൂടി ആയപ്പോൾ ആ ഒരു കേസിന്റെ പിന്നാലെ അവൻ രണ്ടാമതും പോയി. അത് കാരണമാണ് ജെന്നിനെ വേഡ് കണ്ടുപിടിച്ചതും ജെന്നിന് ഈ ഒരു അവസ്ഥ വന്നതും. അതുപോലെ തന്നെ ഒരുപാട് ട്രാജിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവസാനം സത്യം പുറത്തേക്ക് വന്നതും എല്ലാത്തിനും കാരണം ആ ഒരു ക്യൂരിയോസിറ്റിയാണ്. എന്തായാലും ഇതെല്ലാം കാണിച്ചുകൊണ്ട് സിനിമയുടെ തീരുകയാണ്. എങ്ങനെ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല കഥകളുമായിട്ട് നമുക്ക് നാളെയും കാണാം. ഓക്കേ, ബൈ.